സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇടാത്തതോ ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എല്ലാവരോടും എത്തിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. അതിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടണമായിരുന്നു. ഞങ്ങളുടെ സംഘടനയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ വിഷയം അവരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഇത് സംസാരിക്കാതിരുന്നാൽ ഇത് ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇവൻ കെട്ടിയിട്ടില്ല, ഇവന് കുടുംബമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കല്യാണം കഴിച്ചാണ്, കുട്ടികളുണ്ട്. അപ്പൊ അവരിലേക്ക് പോലും ഈ പ്രശ്നം എത്തിത്തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവരുടെ മാനസികാവസ്ഥകൾ ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പ്രശ്നമില്ല. ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളൊക്കെ ഞാൻ അന്നേരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കുന്ന ഒരു പ്രസ് മീറ്റ് അല്ല ഇത്. പക്ഷെ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം കൂടെ ആണിത്. 2 ദിവസമായിട്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതെനിക്കറിയാം. ഒരു സൈഡ് മാത്രം കേട്ടതിന്റെ മാത്രം ന്യൂസ് കൊടുക്കലാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുകയല്ല. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടവരെ ഞാൻ കണ്ടു, സപ്പോർട്ട് ചെയ്യാതെ കണ്ടു. ഇതാരെയും കുറ്റം പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലിയെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പറയാനുള്ള കാര്യം കൂടെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു കാര്യം ആദ്യമേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നത്. ഇതിൽ ആദ്യമേ പറയാനുള്ളത്, ഞങ്ങളുടെ സിനിമ ചെയ്ത ഒരു നിർമ്മാതാവ്, അതായത് ഞങ്ങളുടെ സിനിമ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ സിനിമയും വിഷ്ണുവിന്റെ സിനിമയും ഞാൻ എഴുതിയ സിനിമ, ഞങ്ങളുടെ ലാസ്റ്റ് സിനിമ സുമതികളോട് നിർമ്മിച്ച നിർമ്മാതാവിന്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തുകയും, അത് നിങ്ങൾ പറയുന്ന പോലെ 3 ദിവസം മുന്നേ വന്നൊരു വീഡിയോ അല്ല, അത് അദ്ദേഹവും പറയുന്നുണ്ട്. 2 ആഴ്ച മുന്നേ വന്ന ആ വീഡിയോ, ഒരു രാത്രിയിൽ ആ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അബദ്ധത്തിൽ പോസ്റ്റ് ആവുകയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ത്രെഡിൽ പിന്നീട് കിടക്കുകയും ആരോ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ദിവസങ്ങളിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നു. ഈ വീഡിയോ വന്നതിന്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റി പോയതാണ് അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം മുന്നേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അത് പിന്നീട് കേരളം എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാളം വായിക്കാൻ അറിയാവുന്ന ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വാർത്തയായി വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇദ്ദേഹത്തിന്റെ പേരുണ്ട്, ഇദ്ദേഹത്തിന്റെ അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ല ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കാണുന്നുണ്ട്. അതിലെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളിയപ്പുറം ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്തത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമൂന്നന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുന്നേ ഈ വിഷയം, മുരളിച്ചേട്ടൻ്റെ വിഷയം, ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ. അതിൽ വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ID എന്നുള്ള ആളുകളുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്ററുണ്ട്. അപ്പോൾ ഒരു സിനിമ 22 കോടിയായി എന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി 22 കോടി രൂപ പോയി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്തൊരു സിനിമയ്ക്ക് 22 കോടി ആയെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ബഡ്ജറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മാളിയപ്പുറം എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികളിൽ സുന്ദരി യമുനയുടെ റിവ്യൂ ഷോ കൊച്ചിയിൽ നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങളെ അത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മലയാളം അല്ലാതെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ്
എന്നാൽ പിന്നെ പടം ചെയ്യാം. അന്ന് മുരളിച്ചേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണ, വെള്ളം എന്നൊരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സക്സസ് ആയ ഒരു ബിസിനസ്മാൻ അന്ന് കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡ്യൂസർ നമ്മൾ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതിയോളവിന്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞ ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെയും ദേവനന്ദയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നത്. ആ കഥ കേട്ടു അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പോസിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എന്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുമാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട് ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്, അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല. വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ട എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ നിന്നത്. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനോട് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങൾ ചെയ്യാവുന്ന സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളവ് എന്നൊരു സിനിമ. അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു. അന്നൊരു ബിസിനസ് വാല്യൂ ഒന്നും അർജുൻ അത്ര ഇല്ല, അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 3.5-4 കോടി ഉണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ആ സിനിമ അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്ക് അടുത്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം ഞങ്ങളും തീരുമാനിച്ചു സുമതി വളവ് ചെയ്യാം എന്ന് പറയുന്നു. ഞങ്ങള് ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങൾ ആൾക്ക് എല്ലാവരും വന്ന് ലോഞ്ച് ചെയ്ത IMA ഹാളിൽ. ആ ലോഞ്ച് എന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിലാണ് ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാകുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റിലൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളതെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ, പക്ഷെ പേടിക്കണ്ട എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ അത് മാളികപ്പുറം ടീമിന്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറെ പറയാണ്ട് ഇദ്ദേഹമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചേട്ടനോട് പടം ചെയ്യാം, കാരണം അദ്ദേഹം അത്ര ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിനും നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പൊ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പൊ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോർപ്പറേഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഈ 6 കോടി രൂപയും വേണ്ടി വരില്ല,
എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവരത്രയും ഓക്കെയാണ്. അവർ മാളികപ്പുറം ടീമിനോടും ഇതിൻ്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് ചോദിച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷൻ്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവരാദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവർ സംസാരിച്ചിട്ട് അവരതിന് വില്ലിങ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണു സുഹൃത്തുക്കളാണ് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവർ ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാമെന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടി വന്നതിന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളികപ്പുറത്തെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയോട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ആ മ്യൂസിക് കമ്പനിയോട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സിൽ നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലുള്ള പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുള്ളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്നൊരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്ത് ആവാം എന്ന് ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറെ കാര്യം പറഞ്ഞു. അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടിക്കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിന് കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമ എന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി രൂപ പ്ലസ് 1 50, 3.5 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാറ്റ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൈസ തീർന്നു, ഇനി നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പോഴും ചോദിക്കും, ചേട്ടൻ്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടിയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഈസ് അനദർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കി വിട്ട് ഞങ്ങൾ ചെയ്താൽ പോലെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനാണ് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റ് ആണെങ്കിൽ 3.5-4 കോടി രൂപയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്താണ് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പം സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞത് ഞാൻ എഴുതി വെച്ച് തരാം. ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തതാ,
ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ, ഒന്ന് സഹായിക്കുക, ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടെ മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുകളും കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച് എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർക്കണം, തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിന്, അത് ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശ അടക്കം 6,85,00,000 രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങൂ എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തി ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മളിത് സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്, ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം, ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുള്ളിച്ചേട്ട വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്കിന്ന് ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസ ഒക്കെ പോലും മുള്ളിച്ചേട്ട അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള എല്ലാ പൈസയും അദ്ദേഹം മീഡിയയോട് പറയുമ്പോൾ അദ്ദേഹം ആരെങ്കിലും അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിച്ചവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അത് എല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തുന്ന സാധനം. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, ഞാൻ കളക്ഷൻ അല്ല പറഞ്ഞത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടി രൂപയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തത് കുറച്ച് പോയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി 22 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പോഴും എനിക്ക് 6 പടം ചെയ്തിട്ടും എങ്ങനെ ജീവിക്കുന്നുള്ളത് എനിക്കറിയാം. കാര്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് 25 കോടി രൂപ 25 ലക്ഷം രൂപ, സോറി ഇനി അതിന് അടുത്ത് പറയുന്നുണ്ട് 25 കോടി 25 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇന്നുമായിട്ട് മൊത്തം എടുപ്പിച്ചപ്പം അത് എനിക്ക് പല സമയത്തായിട്ട് അയച്ചിരിക്കുന്ന പൈസ ഒരു 17-18 ലക്ഷം രൂപയാണ് പല സമയത്തായിട്ട്. ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ സിനിമ റിലീസിന് മുന്നേയുള്ള പ്രൊമോഷൻ സമയത്ത് ഞാൻ ഇതിലെ ഓൺലൈൻ മീഡിയാസിന് അറിയാം, ഞാൻ അന്ന് പ്രൊമോഷൻ വന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെൽകെയർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഈ അച്ഛൻ്റെ സർജറിക്ക് 3 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ ദുബായിലാണ്, നമ്മുടെ പടം ഇറങ്ങാൻ പോകാൻ, നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മൾ അടിപൊളിയാവും, ധൈര്യമായിട്ടിരിക്കുന്ന പറയുന്നത് പുള്ളി പറഞ്ഞു ഞാൻ ദുബായിൽ പെട്ടിരിക്കുക, എനിക്ക് നാളെ നാട്ടിൽ വേണം, നാളെ ഒരു സെറ്റിൽമെന്റ് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഈ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, ഞാൻ അച്ഛൻ്റെ സർജറിക്ക് പൈസ എനിക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം മറ്റന്നാൾ സർജറിയാണ്, അല്ല നാളെ ഞാൻ എത്തും, ഒരു ടെൻഷനും വേണ്ട, അച്ഛൻ്റെ സർജറിക്കുള്ള പൈസ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഈ ഡേറ്റ് വരെ എനിക്ക് ആ പൈസ തിരിച്ചിട്ടിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഞാനത് ഓക്കെ, അദ്ദേഹത്തിന് നഷ്ടം വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, ഞാനത് ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ചേട്ടാ കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എൻ്റെ അച്ഛൻ്റെ സർജറി സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഗോകുലത്തിൽ നിന്നും ബാക്കി എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ് ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് ടി വി ആണോ ആരും ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത്. അദ്ദേഹം പറഞ്ഞു പറ്റിച്ചതെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണോ, എനിക്കടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കരൾ നോക്കണ്ടേ. ഇനി അടുത്ത കാര്യം, സുമതി വളവെന്നൊരു സിനിമ ഓക്കെ ലാഭമോ നഷ്ടമോ നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു.
നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതിയുള്ളത്? ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ വന്നൊരു വീഡിയോ കണ്ടു. ഓക്കെ, അതിൽ എനിക്കും വിഷമമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ആ കാര്യത്തിന് വിളിച്ച ആളുമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വീഡിയോ മാത്രമല്ല, ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ. അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല. അദ്ദേഹം തന്നെ പറയും മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്ത് വെച്ചിട്ട് ജീവിച്ചൂടെ കുറച്ചാളത്തേക്ക്? എന്തിനാണ് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം എന്നെ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയുള്ള അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ഇത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റ് ആവും. അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ മുരളിച്ചേട്ടനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മുരളിച്ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ട് ചെന്നൈക്ക് വാ, ഈ പടത്തിന് എത്ര രൂപ ചിലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ, സുമതി വളവ് 2 ഞാൻ പറഞ്ഞു ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടാ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് ഫണ്ടുകൾ ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടി ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടന് ഒരു പ്രോഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയോടെ ഇത് മാറി മാറുന്നത് എന്ത് അനുഭവത്തിന് ഓർത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് ഇവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞ വിഷ്ണുവിന് ഇതേപോലെ അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത ഉണ്ണി എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്തൊരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കും. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ പ്രസ് മീറ്റിന് ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു ഈ സുമതിയുള്ളതിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമല്ല, ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതിയുള്ളതിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി. പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്നു പറയുന്നു. നോക്കി 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായിക്കൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കണ്ടോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല. അദ്ദേഹം വരുമെന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഈ സിനിമ സംഭവിച്ചതിന്റെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ സുഹൃത്തായ മറ്റൊരു കൺട്രോളറുണ്ട്, നിങ്ങൾക്കറിയാം, സുനിൽ സിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇടിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അയച്ച ബഡ്ജറ്റ് ഞങ്ങളിലുണ്ട്. അന്ന് അദ്ദേഹം അയച്ച ബഡ്ജറ്റ് 13 കോടി രൂപയായിരുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ്. ആ 13 കോടി കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇല്ല പുള്ളി ശരിയല്ല, അതായത് പുള്ളിയെ മാറ്റമുണ്ട്. ഞങ്ങൾ അറിയാതെ പുള്ളി മറ്റൊരു കൺട്രോളറെ കൊണ്ടുവന്ന് ബഡ്ജറ്റ് ഇട്ടു. അപ്പോൾ അവരോട് 11 കോടിക്ക് തീർത്ത് തരാൻ പറ്റുള്ളൂ. അന്നും ഞാൻ ആ കൺട്രോളർ പറഞ്ഞു നിങ്ങൾ വർക്ക് കിട്ടാൻ വേണ്ടി വെറുതെ പറയരുത്, നാളെ ഈ സിനിമ എങ്ങാണ് ബഡ്ജറ്റ് കയറിയാൽ ഇത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഇല്ല ഉറപ്പായിട്ട് നമുക്ക് തീർക്കാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ നിന്നും പിന്നീട് ആർട്ടിസ്റ്റുകളെ മാറുന്നു. ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മറ്റ് 1-2 ആർട്ടിസ്റ്റുകളെ മാറ്റിയപ്പോൾ പോലും ബഡ്ജറ്റ് മാറ്റം വന്നു. കുറച്ചുകൂടെ വലിയ ആർട്ടിസ്റ്റ് വേണം ആ കഥാപാത്രത്തിൽ എന്ന് പറയുകയും അങ്ങനെ ആർട്ടിസ്റ്റ് വരുമ്പോൾ അതും ബഡ്ജറ്റ് മാറി. ഇങ്ങനൊരു കൂട്ടായ്മ ചെയ്തൊരു സിനിമ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടം വന്നാൽ അത് നികത്താൻ വേറെ എന്താണ് അടുത്ത വഴി എന്നുള്ളത് പുള്ളി സംസാരിക്കുക വേണ്ടത്. അല്ലാതെ ഒരു ആത്മഹത്യ വീഡിയോ എടുക്കും. ആ ആത്മഹത്യ വീഡിയോ വന്ന രാത്രിയിൽ ആ വീഡിയോ പുള്ളിക്ക് പരിചയമുള്ള ആരോ കാണുകയും അത് പുള്ളി ഇൻസ്റ്റയിൽ 5 മിനിറ്റ് ഡിലീറ്റ് ചെയ്തു. ത്രെഡിലാണ് കിടന്നതെന്ന് പറയുന്നു. ത്രെഡിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആർക്കും അയച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. രാത്രി വീട്ടിൽ ചെന്ന് പുള്ളി സുഖമായി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി ഒരിക്കലും ആത്മഹത്യ നിൽക്കല്ലാന്ന് തോന്നുന്നു. പുള്ളിക്കൊരു സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ പുള്ളിയുടെ വിഡ്രോവൽ സിൻഡത്തിന്റെ ആവാം, ലൈഫിന്റെ പ്രശ്നത്തിലാവാം, അതൊക്കെ അത് വാട്ടർ പറ്റീസ്, അത് അദ്ദേഹത്തിന്റെ പ്രശ്ന കാര്യം. പക്ഷേ ആ ഒരു ഒറ്റ ഇഷ്യൂവിന്റെ പുറത്ത്
2 ദിവസം മുന്നേ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചിരുന്ന ആരും ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ പൈസ പറ്റിച്ചു എന്നൊക്കെ പറയുന്നു. ഇതിൽ എവിടെയാണ് പൈസ പറ്റിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ഓക്കെ, ഇദ്ദേഹത്തിന് 7 കോടി രൂപ പോയി, 7 കോടി രൂപ 3.5 എനിക്ക് 3.5 വിഷ്ണുവിന് എടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് തന്നതല്ല. പുള്ളി ഇന്നലെ പറയാം എനിക്ക് 25 ലക്ഷം തന്നു. വിഷ്ണു എത്ര കൊടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല, എത്ര കിട്ടിയെന്ന് വിഷ്ണുവോട് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അത് റിസ്ക് എടുക്കാനല്ലേ ഒരു പ്രൊഡ്യൂസർ വരുന്നത്. ഇത് ഞാൻ പറയും, ഇത് ഞാനോ വിഷ്ണു മാത്രമല്ല, ഇവിടുത്തെ എത്രയോ റൈറ്റേഴ്സിന്, എത്രയോ ഡയറക്ടേഴ്സിന് അവർ ചെയ്ത സിനിമയുടെ പ്രതിഫലം ഇപ്പോഴും കിട്ടാറുണ്ട്. ഈ സിനിമ ലാഭമായാൽ ഇതൊന്നും ഞങ്ങൾക്കല്ലല്ലോ. ഈ സിനിമ പുള്ളി ആദ്യം തൊട്ടേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതായത് മാളികപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, ചേട്ടാ പടം ഓടും, വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാണ് പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. 100 കോടി എല്ലാ പടം 100 കോടി അടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ സിനിമ അടിക്കില്ലേ. 3-ാം ദിവസം ഞങ്ങളും പെടുത്തില്ലേ 100 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പെടുത്തില്ല എല്ലാ പടത്തിനും. അങ്ങനെ എല്ലാ സിനിമയ്ക്കും സംഭവിക്കില്ല. ഒരു വർഷം മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടപ്പോൾ അതിനെ പേടിച്ച് കുറെ പേര് എതിർത്തു. ഞാൻ പറയുന്നത് അത് കറക്റ്റ് കാര്യമായിരുന്നു. പടത്തിന്റെ കണക്ക് പുറത്തു വിടേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ഒരു സിനിമ വിജയിക്കുന്നു, അതിന്റെ സംവിധായകനെ, എഴുത്തുകാരനെയും അതിന്റെ ടെക്നീഷ്യനെ, ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ പേരിൽ കാശ് എടുക്കുന്നു. നാളെ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ഇല്ലാതാകുമ്പോൾ, അത് കൊടുക്കാൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ വർക്ക് ചെയ്തവരൊക്കെ മോശം പറയുക. ഞങ്ങൾ ഇതേ ഇൻഡസ്ട്രി ഇനിയും വർക്ക് ചെയ്യേണ്ടവരാണ്. ഇനിയും സിനിമകൾ ചെയ്യാൻ വേണ്ടി വേറെ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ, ഒരുപക്ഷെ ഇവർ രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നതുകൊണ്ടാവും എനിക്കുള്ള ചീത്തോളം ഇത്തിരി കൂടുതലാണ്. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിക്കാം. അതിൽ PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇന്നലെയാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാൻ ഇവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും താഴെ വരുന്ന കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു 1 സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിനെതിരെ ഡീഫോമേഷൻ ഫയൽ ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകളെ നിങ്ങൾ ട്രസ്റ്റ് തിരിച്ചു തരും. ഇതിപ്പോ എന്റെ മാളികപ്പുറത്തിന്റെ സമുദ്രത്തിന്റെ അവസ്ഥ റൈറ്റർ എന്ന രീതി ഞാൻ പറഞ്ഞാണ് ഈ സിനിമയെ സംഭവിച്ചത്. ഇതാണ് മുരളിച്ചേട്ടൻ. ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, മുരളിച്ചേട്ടാ നിങ്ങൾ ഇത് കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അദ്ദേഹം കണക്ക് നോക്കാൻ വന്നാലും അദ്ദേഹത്തിന് ചില സമയത്ത് പെട്ടെന്ന് ഈ വെട്ടുവാദം പിടിച്ച സ്വഭാവമുണ്ട്. അത് പക്ഷേ ഈ വെള്ളം സിനിമയുടെ കഥ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അദ്ദേഹത്തെ വിട്രോൾ സിൻഡത്തിന്റെ ആവാം, പെട്ടെന്ന് വയലന്റ് ആവും. നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല, വയലന്റ് ആവും. ഞാൻ എത്ര തവണ കണ്ടു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും പേടിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളോട് നമ്മൾ കണക്കി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് നമ്മുടെ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകും. അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുള്ളി മീറ്റിങ്ങിന് വന്ന അവിടെ സ്ഥലങ്ങളിലെ CCTV ക്യാമറാസ് നോക്കിയാൽ മതി. പുള്ളി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതും വണ്ടിയെ പോയി ബോണറ്റിൽ അടിക്കുന്നതും ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബേസിക് പ്രശ്നം, ആദ്യത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 2ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 3ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 സിനിമ ചെയ്ത് നഷ്ടം ഒരാൾക്ക് 3ാം സിനിമ കുറച്ച് വിജിലന്റ് ആവില്ലേ. മിനിമം കോമൺ സെൻസിൽ ഒരു കഥ തിരഞ്ഞെടുത്ത് ഈ പടം ഓടും, ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യില്ലേ. കൃത്യമായ ഓഡിറ്റിംഗ് പോലും തരാതെ, കൃത്യമായ ബഡ്ജറ്റ് പോലും തരാതെ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ് ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ കള്ളന്മാരാണ്. അത് ഏറ്റെടുക്കാൻ കുറെ മീഡിയാസ്. ഇദ്ദേഹത്തിന്റെ ബാക്കി കാര്യം, അതായത് കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR-നെ പറ്റിയുള്ള ഞാൻ സംസാരിക്കാം. കൃത്യമായ കാര്യം ഞാൻ പറയാം. വിഷ്ണു സംവിധാനം അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ സംവിധാനം അറിയാത്ത വിഷ്ണു ചെയ്ത ആദ്യത്തെ പടം പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം, അതായത് അതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂവിൽ 75 കോടിയാണ് ആ പടത്തിന് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ 75 കോടി കിട്ടിയ സംവിധാനം അറിയാത്ത സംവിധാനം ചെയ്ത പടവും സുമതി ഉളവിന്റെ അദ്ദേഹം മുരളിക്കുന്നപ്പുറത്ത് ഇന്നലെ കാണിച്ചതിൽ 15 കോടി രൂപയോളം പ്രോഫിറ്റ് ആണ്. മീൻസ് പ്രോഫിറ്റ് ബിസിനസ് നടന്ന സിനിമ, തിയേറ്റർ കളക്ഷന്റെ പ്രൊഡ്യൂസർ ഷെയറും എല്ലാം ചേർത്ത് 30 കോടിക്ക് അടുത്തോളം ഗ്രോസ് വന്നൊരു സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു. അദ്ദേഹത്തിന് 2 പടം ചെയ്തിട്ട് അദ്ദേഹത്തിന് സംവിധാനം അറിയില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 1 മാസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതേ സിനിമയെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അദ്ദേഹം ഇവിടെ പറയും, അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നിങ്ങളോട്
കൃത്യമായി ഈ സിനിമയ്ക്കല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ നടക്കുന്ന PR എന്തിന്റെ പേരിലാണെന്നും ഇതിന് പിന്നിലാരാണെന്നും കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും. നമസ്കാരം. അടുക്കിയിരിക്കണോ? ശരി. ഇപ്പോ പകുതി കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സംസാരിച്ചത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ 7 കോടി രൂപ ബഡ്ജറ്റ് പടത്തിന് ഇടയ്ക്ക് വെച്ച് ഡബിളായി എന്നുള്ളൊരു ന്യൂസാണ് പല മാധ്യമങ്ങളിലും കാണാനിടയായി. കൃത്യമായി ഒരു മാസം മുമ്പ് തന്നെ 14 കോടി അടുത്ത് അല്ലെങ്കിൽ അതിന് മേളിൽ ഏകദേശം ഒരു 1 CR കൂടുതൽ ബഫർ ഇട്ടിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുരളിച്ചേട്ടൻ എടുത്ത് പ്രസന്റ് ചെയ്തത്. ഈ പടത്തിന് ഇത്രയും ദിവസമാവും, 90 ദിവസം. ഇതിലിപ്പോ പിച്ച് ഡെക്ക് നമ്മൾ 85 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 90 ദിവസമാവും. പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സുനിൽ സിംഗിനും ഗിരീഷ് കൊടുങ്ങല്ലൂരും ഈ കാര്യം വ്യക്തമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രൊഡ്യൂസറിനെ അറിയിച്ച കാര്യമാണ്. 1 മാസം പോരെ നമുക്ക് ഈ പടം എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട, എൻ്റെ കയ്യിൽ ഇത്രയുമാണ് എന്നും പറഞ്ഞു നിൽക്കാനായിട്ട്. ആള് എന്നെയും അഭിലാഷേട്ടനെയും കൂടി ദുബായിൽ എൻ്റെ അമ്മേൻ്റെ കെയർ ഓഫിലുള്ള കുറേ ആൾക്കാരെ പോയി കാണാനായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് വേണോ, ഇയാളെ പറ്റി അത്രയും നല്ല വെളിപ്പായിട്ടുള്ള എല്ലാം അറിയണമെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ നമ്മൾ കൂടെ നിർത്തി. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായ വലിയ വലിയ നഷ്ടങ്ങളും എന്നെ പറ്റിച്ച കുറേ ആൾക്കാരെ കണക്കും അന്നേരം നമ്മളെ പറഞ്ഞ് എന്താ പറയുക ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു എന്നെയും എൻ്റെ റൈറ്ററിനെയും. 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതിയോളത് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ് അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിങ്ക് സ്റ്റുഡിയോസിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് എന്താ ഞാൻ പറഞ്ഞ പകുതി കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു പരാതി ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് സുമതിയോള് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിനെ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തില്ല. സുമതിയോള് റിലീസായതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുടെ ഒരു PR ടീം, അതായത് നമ്മൾ പല ആൾക്കാരുടെയും ഒപ്പീനിയൻസ് മാനിക്കുന്നുണ്ട്. സുമതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിൻ്റെ എല്ലാം ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ അഭിലാഷേട്ടൻ അത് പറയുന്നതായിരിക്കും. താഴെ പോകേണ്ട പടം നമ്മൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് വീണ്ടും പൊക്കി കൊണ്ടുവന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇന്നലെ മുരളിച്ചേട്ടൻ കാണിച്ച വീഡിയോ തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോള് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതിയോള് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റിലയിൽ ഉണ്ടായിരുന്നൊരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിലവിലുള്ള പടത്തിൻ്റെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ചേട്ടാ. അതായത് എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ബാങ്ക് വഴി ഒരു 14-15 ഇടയിൽ ഒരു എമൗണ്ടാണ് എനിക്ക് ബാങ്ക് വഴി. അതിൽ പകുതി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ് പുള്ളി അതിൽ സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു താമസ കാര്യവും എല്ലാം പുള്ളിക്കാരുണ്ടായിരുന്നു. ഏകദേശം 6 മാസത്തോളം അതിന് മേളിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്രൊഡക്ഷൻ ആദ്യം സുമതിയോളവിൽ മാത്രമായിരുന്നില്ല, ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരികയായിരുന്നു ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാറോ 2 പടമായി ഞാൻ ഇപ്പോഴും ഒരു ബൈക്കും ഊബറും വെച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. സാമ്പത്തികമായി വളരെ ഒന്നും നേടിയിട്ടില്ല സിനിമയിൽ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് ചീത്ത പേരും ആൾക്കാരുടെ മുമ്പിൽ കള്ളനുള്ളൊരു അഡ്രസ്സും. സിനിമ അറിയാത്ത
പ്രൊഡ്യൂസർമാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ കൂടുതൽ ഇതിനെ പറ്റി ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കഴിഞ്ഞ 2 പടത്തിലുണ്ട്. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഇതും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള ന്യൂസിന് ഒന്നും വലിയ പ്രശസ്തി കൊടുക്കരുത്. 2 സൈഡും എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനിത് എല്ലാ മീഡിയാസിനോടല്ല, ജനുവനിൽ നിന്ന് മീഡിയാസിനെയും ഇതിനിടയ്ക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തമിഴിൽ പോയിട്ടുണ്ടായിരുന്നു. തന്ത്ര ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ കീഴിലാണ്. ശരി, അതിലേക്ക് ഞാൻ പിന്നെ വരും. അല്ല അഭിലാഷ, നമ്മള് ഇത്തിരി നീട്ടിക്കൊണ്ട് പോയാലേ ബാക്കി ചോദ്യങ്ങൾ വന്നിട്ട് നിങ്ങൾ പറയട്ടോ. ആ സിനിമയുടെ കാര്യം ഒന്ന് പറഞ്ഞു പോണേ. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് സംസാരിച്ചിട്ട്. ഹായ്, നമസ്കാരം. ഞാനാണ് പുള്ളിയുടെ 2ാമത്തെ പടത്തിന് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിൽ ഒരാൾ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, എന്റെ റൈറ്റർ, ഡയറക്ടർ. ആ സ്ക്രിപ്റ്റ് ഞാൻ റെഡി ചെയ്തതിനു ശേഷം 2018-17 കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 2018 ഒരു പ്രൊഡക്ഷൻ വരികയും ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും കൂടിയാണ്. പുള്ളിക്ക് കഥ ഇഷ്ടപ്പെടുകയും ആ പടം ഏകദേശം ധാരണയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ആ സമയത്ത് അറിയാമെങ്കിൽ അവിടെ പടം അത് ഫ്ലോപ്പായി. അപ്പോൾ അയാൾ പറഞ്ഞു, ലീഷ, എനിക്ക് ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരെ വെച്ച് പടം ചെയ്യാൻ പറ്റില്ല എന്ന രീതിക്ക് ആ പ്രോജക്റ്റ് വിട്ടു. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ടുള്ള അന്വേഷണമാണ്. ഞാൻ ആരുടെ എത്തിപ്പെടാൻ പറ്റില്ല. ഞാനൊരു വളരെ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഒരാളാണ്, സിനിമ മോഹമായിട്ട് വരുന്ന ഒരാളാണ്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാനിങ്ങനെ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഈ പറഞ്ഞ ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ ഒരുപാട് പേരുടെ കൂടെ അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞില്ല. അത് പ്രൂവ് ചെയ്യട്ടെ അയാൾ തീർച്ചയായിട്ടും. അതിന്റെ എന്തായാലും ഞാൻ ബാക്കി നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ ഫോണിലെ കൂടിയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ട് അയാൾ അന്ന് അയാളുടെ ഫേസ്ബുക്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്, നദികളിൽ സുന്ദരി യമുന എങ്ങനെയാണ് ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ മുരളി കുന്നമ്പുറത്തിന്റെ ഫേസ്ബുക്കിൽ അയാൾ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ അമേരിക്കയിൽ എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു പ്രൊഡ്യൂസർ പാർട്ണർ ഉണ്ട്, നിങ്ങൾ കഥ പറയണമെന്ന് പറഞ്ഞു. ഞാൻ രാത്രി 1:30 വീണ്ടും ഈ കഥ പറയുന്നു. അപ്പം അയാൾക്കും ആ പ്രൊഡ്യൂസറിനും കഥ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുന്നു, നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ തളിപ്പറമ്പേക്ക് എന്നെ വിളിച്ചു വരുത്തുകയാണ്. തളിപ്പുറം NR ഹോട്ടലിലാണ് എന്നെ വിളിച്ചു വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചിരുന്നു, കഥ കേൾക്കുന്നു. കഥ കേൾക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ എന്താണ് ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഓഫ് ബീറ്റ് സിനിമയുടെ കുറച്ച് ഭാഗമായിട്ടുണ്ട്, പിന്നെ ഞാൻ കൂടുതൽ അഭിനയമോഹമായിട്ട് പോകുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ തൊണ്ടിമുതൽ ദൃക്സാക്ഷി എന്നുള്ള പടത്തൊക്കെ ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്, പക്ഷെ പടത്തിനകത്ത് തന്നെ കാണാനില്ല. പിന്നെ ഞാൻ കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഓക്കെ, ഈ കഥ എനിക്കിഷ്ടമായി, നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. നമ്മുടെ കൂടെ നിന്നൊരു പിക്ക് എടുക്കുന്നു. ആ പിക്ക് അയാളുടെ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇപ്പോഴും കാണാം. അപ്പൊ അയാളുടെ കൂടെ 2 പേരുണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ ഞാൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് എന്നെ വിളിക്കുന്നു, യേശു പിന്നെ എങ്ങനെ വന്നു? ഞാൻ സുഹൃത്തിന്റെ വണ്ടി എടുത്താണ്. ഓക്കെ, അതിൽ എണ്ണ അടിക്കാൻ ഈ പൈസ വെച്ച് വന്നിട്ട് 4000 രൂപ കയ്യിലിട്ടായിരുന്നു. വളരെ സന്തോഷമായി, ആദ്യമായിട്ടാണ് ഒരു പടം. അപ്പൊ അതിനൊരു പൈസ തരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ ഒരു മീറ്റിംഗ് വെക്കുന്നത് ഈ പടത്തിന്റെ ഇന്ന് ഉള്ള പ്രൊഡ്യൂസർ, ഇപ്പൊ അയാളല്ല പടത്തിന്റെ പ്രൊഡ്യൂസർ. നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വേറെ 2 ആൾക്കാരാണ്. ഒന്ന് ഇദ്ദേഹത്തിന്റെ വൈഫും ഒന്ന് മറ്റൊരു അമേരിക്കൻ സിറ്റിസനായ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഇവര് 2 പേരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനുശേഷം നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടെന്ന് അതൊന്നും ഇപ്പൊ എനിക്ക് ഇവിടെ പറയാനുള്ള സാഹചര്യമല്ല. ഇതിന്റെ ഇടയിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല. അങ്ങനെ ഈ പടം തിയേറ്ററിലെത്തുന്നതിന് മുന്നേ തന്നെ ഈ പടം HR OTT 1,90,00,000 രൂപക്ക് വിറ്റ് പോകുന്നു. ഈ പടം ആലോചിക്കണം, ആ സമയത്ത് ആ 2023 എത്ര പടമാണ് ബിസിനസ് ചെയ്തപ്പെട്ടിട്ടുള്ളത്. തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഈ പടം 1,90,00,000 രൂപക്ക് വിറ്റ് പോകുന്നു. ഞാൻ അന്ന് കൊടുക്കുന്ന ബഡ്ജറ്റ് ചെറിയൊരു ബഡ്ജറ്റാണ്. എനിക്ക് എൻ്റെ അറിവിൽ ആ പടത്തിന് മാക്സിമം ഒരു 370 പോകാൻ ചാൻസ് ഇല്ല. ഇതുവരെ അതിന്റെ കണക്ക് അവതരിപ്പിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. അതിനുശേഷം ഈ പടത്തിന് 190 കിട്ടുന്നു. മ്യൂസിക് റൈറ്റ്സ് ഒരു 15 രൂപക്ക് പോകുന്നു. 2,05,00,000 രൂപ റിലീസിന് മുന്നേ തന്നെ ഇത് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം 35 ഡേയ്സ് 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. ഇത് അദ്ദേഹം തന്നെ 4 ആഴ്ച ഓടിയ ഇതിലുണ്ട്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടാണ്
അതിനുശേഷം ഈ പടം 35 ദിവസം തിയേറ്ററിൽ ഓടിച്ച് കളിച്ചൊരു പടമാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ നിന്ന് എത്ര കളക്ഷൻ ഇത് വന്നു, ഇതിന്റെ ടോട്ടൽ കണക്ക് ഈ സമയം വരെ ഇത് കിട്ടിയില്ല എന്നാണ് എനിക്ക് ഇന്നലെ വരെ വിളിക്കുമ്പോൾ ഇതിന്റെ പാർട്ണർ പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചു, ഇതിന്റെ കണക്ക് അവതരിപ്പിച്ചു എന്നുള്ളത്. ഇല്ല, ഇതുവരെ കിട്ടിയില്ല. എന്നൊരു കണക്ക് എഴുതി കൊണ്ടുവന്നു, പക്ഷെ പുള്ളി അത് എടുത്തില്ല. പുള്ളി പറഞ്ഞു ബിൽ ടു ബിൽ. ഒരു പടത്തിന് നമ്മളല്ലേ കണക്ക് കാണിക്കുമ്പോൾ ബിൽ ടു ബില്ല് എനിക്ക് കണക്ക് കണ്ടാൽ മാത്രമേ ഞാൻ അത് ബോധ്യപ്പെടുള്ളൂ. നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ബില്ല് ഇത് ഓക്കെ അല്ല എന്ന് പുള്ളി പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ വിളിക്കുമ്പോൾ പോയിട്ട് ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ പുള്ളി അതിനുശേഷം ഈ സാറ്റലൈറ്റ്, ഇതിന്റെ സാറ്റലൈറ്റ് ഇവിടുത്തെ ഏഷ്യാനെറ്റ് പോലെയുള്ള ടീംസായിട്ട് സംസാരിക്കുമ്പോൾ അവരെ എമൗണ്ട് പറഞ്ഞു. ഏകദേശം 75 ലക്ഷം രൂപ അവർ പറഞ്ഞു. ഈ സാറ്റലൈറ്റ് ഇത് കൊടുത്തില്ല. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം കൈരളിയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഓഫർ വന്നു 50 ലക്ഷത്തിന്. എന്നിട്ട് ഈ പണം കൊടുത്തില്ല. എന്തുകൊണ്ട് ഈ പടത്തിന്റെ സാറ്റലൈറ്റ് കൊടുത്തില്ല? നഷ്ടക്കണക്കുകൾ മാത്രമാണ്. എനിക്ക് 2 കോടി രൂപ നഷ്ടം വന്നു ആദ്യം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ എനിക്ക് 1 കോടി രൂപ നഷ്ടം വന്നെന്ന് പിന്നീട് പറയുന്നു. എന്തുകൊണ്ട് ഇതിന്റെ സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല? വ്യക്തമായി എന്തുകൊണ്ട് ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പാർട്ണർക്ക് വ്യക്തമായിട്ട് കണക്ക് അവതരിപ്പിക്കുന്നില്ല? ഇതിന്റെ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഇതിന്റെ കണക്ക് ഈ സമയം വരെ തന്നില്ല. എന്തുകൊണ്ട് തരുന്നില്ല? കൃത്യമായിട്ട് ഇതിനൊരു പുറകെ ഒരു അന്വേഷണം വേണം. കാരണം വെച്ചെങ്കിൽ ഒരു പടം ഓൺ ചെയ്യുന്നു, ആ പടത്തിന്റെ പേരും പറഞ്ഞ് പലയിടത്തുനിന്ന് ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് ഈ പടം വിജയകരമല്ല എന്ന രീതിക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അയാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പടം നദികൾ സുന്ദരി വിചാരിച്ച പോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം തന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, ഈ പടം ഈ രീതിക്ക് ബിസിനസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വേണം. കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു പടം ഓൺ ചെയ്യുന്നു, അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ഫണ്ട് വാങ്ങുന്നു, എന്നിട്ട് പടം പൊട്ടിക്കുന്നു. സ്വന്തം തന്നെ പടം പൊട്ടിക്കുന്നു. അല്ലാതെ നമ്മൾ എന്താ പറയാ? എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് പണി അറിയില്ല, അവർക്ക് ഡയറക്ഷൻ അറിയില്ല. ഡയറക്ഷൻ അറിയാത്ത എന്റെ പടമാണ്. ആ പടം 35 ദിവസം തിയേറ്ററിൽ കളിക്കും. ഈ പറഞ്ഞ റിലീസിന് മുന്നേ തന്നെ അത് ഇത്രയും രൂപയ്ക്ക് ബിസിനസ്സായി മാറുന്നു. എനിക്ക് ഡയറക്ഷൻ അറിയാത്തോണ്ടാണോ? ഞാനിപ്പോ അവസാനം ചെയ്ത പടം പ്രകമ്പനം, അതിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കാം. ഞാൻ ആ പടം, അതായത് നദികൾ സുന്ദരി യമുന എന്ന് പറഞ്ഞ പടം ഞാൻ 45 ഡേയ്സ് ആണ് ഷൂട്ടിംഗ് ഒരു പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് 42 ഡേയ്സിനുള്ളിൽ തീർത്തു കൊടുത്തു. 3 ദിവസം സേവ് ചെയ്ത് കൊടുത്തു. പ്രകമ്പനം അതേപോലെ തന്നെ ഞാൻ 52 ദിവസം ചാർട്ട് ചെയ്തു, 42 ദിവസം അത് നമ്മൾ ചെയ്ത് ലാഭാക്കി കൊടുത്തൊരു പടമാണ്. അപ്പം ഇത് പുള്ളി ഫസ്റ്റ് പരിചയപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഇനിയിപ്പോ എല്ലാം വ്യക്തമായിട്ട് പറയണമല്ലോ. അദ്ദേഹത്തിന്റെ ആദ്യ പടത്തിന്റെ ഡയറക്ടർ പണി അറിയില്ല, പുള്ളിക്കാരൻ ചെയറിൽ ഇരുന്ന് ആക്ഷനും കട്ടും മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു തരണം എന്ന് എന്നോട് പറഞ്ഞ വ്യക്തിയാണ്. അതിനുശേഷം ആണ് ആ പടം ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാനും അദ്ദേഹം തമ്മിൽ ഈ സാറ്റലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ക് പടം നഷ്ടം എന്നുള്ള പുള്ളി ഫേസ്ബുക്കിൽ എഴുതിയിട്ട ഭാഗമായിട്ട് പുള്ളി ഞാനായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. പുള്ളി ഞാനായിട്ട് പിന്നെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2024 പുള്ളിയുടെ സുമതി വളവ് എന്ന് പറഞ്ഞ പടം ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ പുള്ളി ഒരു രാത്രി 2:30 മണിക്ക് വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജേഷ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ രാത്രിയിലോ? ഞാൻ നിന്റെ നാട്ടിൽ പാണത്തൂരേക്ക് വരുന്നുണ്ട്. ഓക്കെ, വരൂ. ഇയാള് പാണത്തൂര്, എനിക്ക് പേടിയാണ്. കാരണം വെച്ചെങ്കിൽ ഇയാളുടെ കൂടെ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്ക് അവിടെ ഒരു സലൂൺ ഉണ്ട്. അപ്പൊ ഞാൻ സലൂണിലെ എന്റെ കുറച്ച് പണിക്കാരുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടൊന്ന് പിടിച്ച് മാറ്റേണ്ടി വരും എന്ന രീതിക്ക് അവരെ ഞാൻ വിളിക്കുന്നു. അവരും ഈ പറയുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു ഫോർച്യൂണർ വന്ന് പാണത്തൂർ എന്റെ നാട്ടിൻപുറത്തൊരു ടൗണിൽ വന്ന് നിൽക്കുന്നു. കുറെ ആൾക്കാർ ഇറങ്ങുന്നു. ഇയാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക, അപ്പൊ കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ എടുത്ത് വന്ന് നേരെ എന്റെ സലൂൺ ഞാൻ തുറന്നു കൊടുക്കുന്നു. അതിനകത്ത് ഇരുന്നിട്ട് അയാളുടെ സുഹൃത്തുക്കളൊക്കെ മദ്യപിക്കുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ എന്നോട് പറയുന്നു. എനിക്കത് നിന്നൊന്ന് നേരിട്ട് നമുക്ക് നേരിട്ട് കാണണം എന്ന് പറയുന്നു. ഓക്കെ, നമുക്കത് സംസാരിക്കാം, എന്താ വെച്ചാൽ സംസാരിക്കാന്ന് പറയുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം എന്റെ വീട്ടിലോട്ട് വരുന്നു. അയാൾ തന്നെ FB-യിൽ ഇട്ട പോസ്റ്റാണിത്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നു. ഈ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2024 ജൂലൈ 20-നാണ് വരുന്നത്. പറഞ്ഞു പറ്റിച്ച് സിനിമ ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക്, അതായത് 75 കിലോമീറ്റർ ദൂരത്തേക്ക് വണ്ടി സ്വന്തം ഓടിച്ചു എത്തേണ്ട കാര്യം എന്താ ഇയാൾക്കുള്ളത്? ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചു സിനിമ ചെയ്തു എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 2023-ലാണ് ഞാൻ ആ പടം ചെയ്തത്. 24 എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുന്നു. എന്നോട് പറയുന്നു, കഴിഞ്ഞതെല്ലാം മറക്കണം, എന്റെ പടം സുമതി വളവിന്റെ പൂജ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് നടക്കുന്നു, നീ എന്തായാലും കുടുംബസമേതം ആ പരിപാടിക്ക് വരണം, വന്നില്ലെങ്കിൽ എനിക്ക് എന്നോട് ചൊടിയുണ്ട് എന്നാണ് എന്റെ ധാരണ, അതുകൊണ്ട് അത് മാറ്റണം എന്നൊരു രീതിക്ക് ഞാൻ വീണ്ടും ഇയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വേണ്ട. കാരണം ഇയാളുടെ സ്വഭാവങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് സെറ്റിലും പല സ്ഥലത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്, മോശം അനുഭവങ്ങൾ.
അതൊക്കെ ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് എനിക്കിത് കാണുന്നില്ല. കാരണം വെച്ചെങ്കിൽ അത് പറയുന്നത് ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ ഈ പൂജക്ക് പോയി. അതിനുശേഷം ഞാൻ എൻ്റെ പ്രകമ്പനം എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. ആ പടത്തിന്റെ എല്ലാ പോസ്റ്റും കുറേ പോസ്റ്റുകൾ പുള്ളി ഡിയർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൺഗ്രാസ് ഡിയർ മറ്റേതാണ് മറിച്ചതൊക്കെ പറയുന്നു. പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം എന്നോട് പറയുന്നു ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊരു പടം ചെയ്യണം, പിന്നെ നമുക്കൊന്ന് ഉഷാറാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിയുടെ ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പറയാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു. അതിനുശേഷം പടം ഇറങ്ങിയതിന് ശേഷം പുള്ളിയുടെ ഒരു വിവരമില്ല. അപ്പൊ ഞാൻ വിളിക്കാൻ നിന്നില്ല. എനിക്ക് എന്തായാലും ഞാൻ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യില്ല. മാനസികമായിട്ട് എനിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പടം ചെയ്യില്ല ഞാൻ അന്ന് പറഞ്ഞു. എന്നാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള എന്നോട് പറയുമ്പോൾ ഓക്കെ പുള്ളിയേട്ടാ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അയാളോട് നന്ദി സൂചകമായിട്ട് പോലും ഞാൻ ഈ പടത്തിനകത്ത് ടൈറ്റിൽ കാർഡിൽ നന്ദി മുരളി കുന്നമ്പുറത്ത് എന്നൊരു പേര് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആദ്യ സിനിമ തന്നൊരു വ്യക്തിയുടെ നിലയിൽ ഞാൻ അയാളോട് നന്ദി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു, കള്ളം പറഞ്ഞു, 2 കോടി രൂപ നഷ്ടം കാണിക്കട്ടെ, കണക്ക് തീർച്ചയായിട്ടും കാണിക്കണം. അപ്പം ആ കണക്ക് വരട്ടെ. അല്ലാണ്ട് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കണക്ക് ഇങ്ങനെ 2 കോടി നഷ്ടം വന്നുള്ളത് കണക്ക് ഇതുവരെ അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഇതിന്റെ പുറകിൽ വേണം. ഒരു പടം ഓൺ ചെയ്യുന്നു, പലയിടത്തും ഫണ്ട് വാങ്ങുന്നു, പടം അയാൾ തന്നെ പടം ഇത് ബിസിനസ് ചെയ്യുന്നില്ല, OTT ബിസിനസ്, സാറ്റലൈറ്റ് ബിസിനസ് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല, പടം പൊട്ടി എന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെളിച്ചത്തിൽ കൊണ്ടുവരണം. അപ്പം എന്ത് വില കൊടുത്താണെന്നും ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ്. അതായത് ഗോകുലം ഗോപാലൻ സാറും കൃഷ്ണമൂർത്തി ചേട്ടനും ഞാനും അദ്ദേഹവും നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് ജൂലൈ 14 ഇട്ടിരിക്കുന്നത്. ജൂലൈ 14 അറിയാം, ഓഗസ്റ്റ് 1 പടം റിലീസ് ചെയ്യുന്നത്. അപ്പൊ ജൂലൈ 14 അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കാരണം മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായ ഗോകുലത്തിനൊപ്പം ഇനി എൻ്റെ പേരും എഴുതി ചേർക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞത് ഇത് ഞങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. എല്ലാ സമയത്തും ഒരു ചേട്ടനെ പോലെ എന്നെ ഭരിക്കുകയും എല്ലാത്തിനും ഒപ്പം നിന്ന് എന്നെ സഹായിക്കുകയും ചെയ്ത എൻ്റെ അഭിലാഷിനും ഡിസ്ട്രിബ്യൂഷനും വിഷ്ണുവിനും എല്ലാം നന്ദി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് റിലീസിന് 10-15 ദിവസം മുന്നെയാണ്. അപ്പൊ അദ്ദേഹം ഇന്നലെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പടം പകുതിയായപ്പോൾ പൈസ ഇല്ലാതെ നിന്ന സമയത്ത് ഗോകുലം വന്നു എന്നുള്ളത്. ഗോകുലം ഒരിക്കലും അങ്ങനെ ഇദ്ദേഹത്തിന് ഗോകുലത്തിൽ ഇപ്പോൾ ഇരിക്കാനോ ഗോകുലത്തിന് പരിചയം പോലും ഇല്ല. ഗോപാലൻ സാറിന്റെ പേര് മാത്രം കേട്ടിട്ടുണ്ടെന്നുള്ളൂ. ഇതേ ഗോപാലൻ സാറിന്റെ ഒരു ബന്ധവുമില്ല. അന്ന് എൻ്റെ അടുത്ത് ഞാൻ ചേട്ടാ വാ നമുക്ക് ഗോപാലൻ സാറിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ ആ സമയത്ത് ഷൂട്ട് നടക്കുന്ന പടത്തിന്റെ ലൊക്കേഷനിൽ പോയി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞ് സൈൻ ചെയ്യുന്നത്. ഇത് ഇന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹമാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്ന് പറയുന്നു. പിന്നെ ഈ പോസ്റ്റുകളൊന്നും അദ്ദേഹം സ്വന്തമായിട്ട് എഴുതുന്നല്ല കേട്ടോ. ഇത് പുള്ളി പറയും നമ്മൾ എഴുതി കൊടുക്കണം. എല്ലാ പോസ്റ്റുകളും പുള്ളി പറയുമ്പോൾ നമ്മൾ വാട്സപ്പിൽ എഴുതിയിട്ട് അയച്ചു കൊടുക്കണം. എന്നിട്ട് പുള്ളി പോസ്റ്റ് ചെയ്യും. അയാൾ ഇടുന്ന ഒരൊറ്റ പോസ്റ്റ് മല എഴുതിയിരുന്നതല്ല. ഇതുപോലുള്ള ഞങ്ങളെ പോലുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സിനെ കൊണ്ട് പുള്ളി മാറ്റർ പറയും, ഞങ്ങൾ എഴുതണം. എന്നിട്ട് പുള്ളി ഇവിടെ കറക്ഷൻ ഉണ്ട്, അവിടെ കറക്ഷൻ ഉണ്ട്, അത് ക്ലിയർ ചെയ്യും, ഇത് ക്ലിയർ ചെയ്യും എന്നൊക്കെ പറയും. ഇത് ഇട്ട് കൊടുത്ത് അത് അയാൾ പോസ്റ്റ് ചെയ്യും. അദ്ദേഹം ഒരു പോസ്റ്റും എഴുതിയിരുന്നില്ല. ഇപ്പൊ ഈ പോസ്റ്റ് ഞാനാണ് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. പുള്ളിയുടെ പേജിൽ തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് നടന്നത് 22 ജൂണിലാണ്. അതായത് സിനിമ റിലീസ് ആവുന്നതിന്റെ 1.5 മാസം, ജൂലൈ 14 സിനിമ റിലീസ് ആവുന്നതിന് 15 ദിവസം മുന്നേ. അന്ന് ഹൗസ് വാമിംഗ് പരിപാടിക്ക് പോകാൻ പറ്റിയില്ല, വിഷ്ണുവൊക്കെ പോയിരുന്നു. അന്ന് അവിടെ എല്ലാവരുടെയും മുന്നേ വെച്ചിട്ട് സംവിധാനം അറിയാത്ത സംവിധായകന് ഈ പടം റിലീസ് കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കാൻ പോകുന്നൊരു ഓഫർ അദ്ദേഹം കൊടുത്തു. അത് വിശ്വസിച്ച് വിഷ്ണു സ്ഥലമൊക്കെ പോയി നോക്കി. പക്ഷെ അത് എന്തോ ദൈവഭാഗ്യം കിട്ടിയില്ല. അഭിലാഷ് ഇതിനകത്തെ 2 കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോകാനാണ്. ഈ സുമതികളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുകയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത കമ്പനിയുണ്ട്, അവരുമായിട്ട് നിങ്ങളൊന്ന് ഇരുന്നോ, ഇത് എത്ര രൂപയ്ക്ക് തിയേറ്ററിൽ ഷെയർ വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അവതരിപ്പിക്കും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഡ്രീംപിക്കാണ്, സുഹിതേനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒപ്പം ഇരുന്നിട്ട് ഫൈനൽ കണക്ക് വരുന്നതിന് മുന്നേ, അതായത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇരുന്ന സമയത്ത് അന്ന് തിയേറ്റർ ഷെയർ എന്ന് പറയുന്നത് 9 കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു. തിയേറ്റർ ഷെയർ ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസർ ഷെയർ ആണ് പറയുന്നത്, ഗ്രോസ് അല്ല പറയുന്നത്. പ്രൊഡ്യൂസർ ഷെയർ, പ്രൊഡ്യൂസറിന് കിട്ടുന്ന പൈസ പ്ലസ്
C5-നാണ് ഈ പടത്തിന്റെ OTT സെയിൽ ചെയ്തിരിക്കുന്നത്. 3 കോടി 60 ലക്ഷം 7 ലക്ഷം സംതിങ്ങിനാണ് OTT മാത്രം, സാറ്റലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 1.5 കോടി രൂപ ഓവർസീസ് ആദ്യം വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ പടം ഓടിയതിന് ശേഷം ആ പൈസ അവര് തന്ന പൈസ എടുത്തതിന് ശേഷം വന്ന പ്രോഫിറ്റ് ഏകദേശം ഒരു 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് പോയിട്ടുണ്ട്, മുരളിച്ചേട്ടന് പോയിട്ടുണ്ട്. അതല്ലാതെ മ്യൂസിക് റൈറ്റ്സ് 60 ലക്ഷം രൂപ. അങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം 15 കോടിയിലേക്ക് അടുത്താണ് ഈ പടത്തിന്റെ ബിസിനസ് ആയിട്ട് വന്നിരിക്കുന്നത്, പ്രൊഡ്യൂസർ ഷെയർ അടക്കം വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഈ പടത്തിന് 22 കോടി രൂപ ബഡ്ജറ്റായി എന്ന് പറയുന്നത്. അപ്പൊ 22 കോടി രൂപ ബഡ്ജറ്റ് എവിടെ, എങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഉത്തരവില്ല. രണ്ടാമത്തെ കാര്യം, ഈ പടത്തിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു ടെക്നീഷ്യനോ ഒരു ആർട്ടിസ്റ്റിനോ പൈസ കൊടുത്ത് തീർത്തിട്ടില്ല. അതിനെതിരെ കേസുണ്ട് അദ്ദേഹത്തിനെതിരെ. തമിഴ്നാട്ടിൽ നിന്ന് രാക്ഷസൻ എന്നുള്ള സിനിമ ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ് ഈ സിനിമയ്ക്ക് ക്യാമറ ചെയ്യാൻ വന്നിരുന്നത്. അദ്ദേഹം കേസ് ഫയൽ ചെയ്ത പേപ്പറാണിത്. ഇദ്ദേഹത്തിനെതിരെ 12 ലക്ഷം രൂപ കൊടുക്കാറുണ്ടെന്ന്. ഇതിന്റെ CG വർക്ക് ചെയ്തിരിക്കുന്നത് ഐഡൻ ലാബ്സ് എന്ന് പറയുന്ന മലയാളത്തിലെ എല്ലാ പടത്തിനും ചെയ്യുന്ന ശരത് വിനോ, അവരാണ് ചെയ്യുന്നത്. 29 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അവർ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്ക് എപ്പോൾ ഇട്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ എപ്പോൾ വിളിച്ചു ചേട്ടാ നാളെ കഴിട്ടെ, ഇല്ല 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷമാവാറ്. CG ചെയ്ത ആളുകളാണ്. അതായത് സാധാരണ CG ചെയ്ത് ഒരു ഔട്ട് കൊടുക്കണമെങ്കിൽ അവർ സെറ്റിൽ ചെയ്യണം. മലയാള സിനിമ അല്ലെ ഏത് ടെക്നീഷ്യനോടും അല്ലെ ഏത് പ്രൊഡ്യൂസറോടും വെച്ചാൽ അറിയാം, ഒരു സിനിമയുടെ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരെയും സെറ്റിൽ ചെയ്യണം. സുമതിവളം എന്നൊരു സിനിമ മാത്രമാണ് അന്ന് ഇവരൊക്കെ വിളിച്ച് പേഴ്സണലി ഞാനും വിഷ്ണു സംസാരിക്കുകയും, ഞങ്ങളുടെ സൗഹൃദ വലയത്തിലാണ് ഇവരെല്ലാം. സൗഹൃദത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇവരോടൊക്കെ സംസാരിക്കുകയും ഇത് ചെയ്തു കൊടുത്തത്. പക്ഷെ ആ സൗഹൃദമൊക്കെ ഇന്ന് ഞങ്ങളോട് ദേഷ്യമായിട്ടിരിക്കുക. ഇന്നലെ തൊട്ട് ഈ നിമിഷം വരെ ഇങ്ങനെ ന്യൂസ് വന്നിട്ട് ഇതിൽ ഈ ചില സിറ്റുവേഷനിലാണല്ലോ നമ്മൾ സുഹൃത്തുക്കളെ മനസ്സിലാക്കുന്നത്. എനിക്കും വിഷ്ണുവിനും വന്ന വിളികളിൽ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അല്ലെ ആരൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായ ഒരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം. ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചറിവുന്ന ദിവസം കഴിഞ്ഞ 2 ദിവസം. പക്ഷേ ജീവിതത്തിൽ ഒരു വലിയ ലൈഫിൽ ചില ലെസൺ ഉണ്ട് എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആണ് 2 ദിവസം. അപ്പൊ ഈ പല ആളുകളോടും ഇത് സംസാരിച്ച് ഈ പടത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം, പടം ഇറങ്ങിയിട്ട് നമ്മൾ തരാം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഇവർ വിളിച്ച ഫോൺ പോലും എടുക്കാറില്ല. ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്, സൈജു കുറുപ്പ് വിളിച്ച് പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ സഹിച്ചേട്ടൻ അതിന്റെ റിയാക്ഷൻ അയച്ചപ്പോൾ പുള്ളി സ്ഥിരം കണ്ണ് തള്ളി ഒരു ഇമോജി എനിക്ക് അയച്ചു. പുള്ളി എന്നെ വിളിച്ചിട്ട് എത്രയോ തവണ ഇദ്ദേഹത്തെ വിളിക്കും, സാരം സഹിച്ചു എന്ന് പറയും. സഹിച്ചേട്ടൻ എന്നെ അവിടെ വിളിച്ചപ്പോൾ ഞാൻ പ്രാക്ടിക്കലി എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞത്. സഹിച്ചേട്ടൻ ഇതാണ് ഈ പറയുന്ന തിയേറ്ററിൽ നിന്ന് ഷെയർ ഒക്കെ വന്ന് ഇതൊക്കെ കണക്ക് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സഹിച്ചോളൂ. എന്നാൽ പിന്നെ കുഴപ്പമില്ല മുത്തേ, പുള്ളി സ്ഥിരം പരിപാടിയാണ് മുത്തേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അർജുന്റെ മാനേജർ സൈഡിൽ നിന്ന് അർജുൻ എപ്പോഴും വിളിക്കും, ഇദ്ദേഹം ഫോൺ എടുക്കില്ല. ബാലുവിന്റെ സൈഡിൽ നിന്ന് വിളിക്കും. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഈ പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവരാരും അദ്ദേഹത്തിന് തിരിയരുത്, അവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ മാത്രമാണ് അവരെ ദ്രോഹിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉണ്ണിമൂന്നൻ ആണ് മാളികപ്പുറം സംവിധാനം ചെയ്തത്. അത് മിക്സിംഗ് സ്റ്റുഡിയോയില് നിങ്ങളെന്നോട് മിക്സിംഗ് സ്റ്റുഡിയോയില് വിഷ്ണു ചെന്നിട്ടില്ല, ഉണ്ണിയാണ് മുഴുവൻ ഇരുന്നത്. അതിന്റെ തെളിവ് MR രാധാകൃഷ്ണൻ, നമുക്കെല്ലാം അറിയാം, അദ്ദേഹം കൊണ്ടിരുന്ന സിനിമ എല്ലാം മിക്സ് ചെയ്യുന്നത്. അദ്ദേഹം അതിന് തെളിവുണ്ട്, അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ലൈവായിട്ട് രാജേട്ടനെ വിളിക്കാം. ഈ രാജേട്ടൻ ആണ് സുമതിയോട് മിക്സ് ചെയ്തത്. രാജേട്ടൻ, ഞാൻ പ്രസ് മീറ്റിലാണ്. രാജേട്ടാ, ഇന്ന് രാവിലെ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് വിഷ്ണു ശശിശങ്കർ ഇന്ന് രാവിലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ വിഷ്ണു ശശിശങ്കർ മിക്സിങ്ങിന് ഇരുന്നിട്ടില്ല, ഉണ്ണിമുതലാണ് ഫുൾ പടം ഇരുന്ന് മിക്സ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ, വിഷ്ണു ഡയറക്ടർ വിഷ്ണുവിനെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആറ് ഉണ്ണി വന്നത് ആ ഫൈറ്റ് സീക്വൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഫൈറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിയാണ് വന്നത്. അല്ലാതെ ഉണ്ണി പടം കാണാൻ പോലും എന്റെ കൂടെ ഇരുന്നിട്ടില്ല. ശരിക്കും ലാസ്റ്റ് ആ ഒരു പോർഷൻ, ആ ഫൈറ്റിന്റെ ഭാഗം മാത്രം ഉണ്ണി എന്റെ കൂടെ. ബാക്കി കംപ്ലീറ്റ് വിഷ്ണുവിനെയാണ് ഫൈനൽ കോൾ ആക്ച്വലി. ഓക്കെ ചേട്ടാ, ഞാൻ വിളിക്കാം. അല്ലാതെ അങ്ങോട്ട് വന്നു, മറ്റേ ഫൈറ്റിന്റെ പോർഷൻ മാത്രം എന്റെ കൂടെ ഇരുന്നു, അത്ര തന്നെ. അത് കാരണം പുള്ളി അത്രയും ഫൈറ്റ് അത്രയും ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഇതുണ്ടായിരുന്നു, ഐഡിയാസ് ഉണ്ടായിരുന്നു ചിലവ്. അതിനുവേണ്ടി മാത്രം എന്റെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നല്ല, അത് ഫുൾ ടൈം. അത് അതിന് ഇവൻ അതുപോലെ ബന്ധപ്പെട്ട് ഇത് നിങ്ങളെ കേൾപ്പിച്ച വേണമെന്നല്ല. ഇത് നിങ്ങൾ ഇന്ന് പലരും
മറ്റേ ഇതാക്കി ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു, കാർഡാക്കി ഇട്ടേക്കുന്നത് കണ്ടു. അതായത് വിഷ്ണുവിന്റെ സംവിധാനമല്ല, മിക്സിങ് ചെയ്ത പോലും ഉണ്ണിമൂന്നൻ ഇരുന്നിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം എനിക്കറിയാം, എന്താണ് ഉണ്ണിമൂന്നൻ ഇതിലെ റോൾ എന്നൊരു ചോദ്യമായിരിക്കും ഇതിൽ പലർക്കും ചോദിക്കാനുള്ളത്. ആദ്യമേ ഞാൻ പറയാം, സുമതിയുള്ളതിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിനെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു, വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തതെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാളെ നിൽക്കേണ്ടൂടെ, നിങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്, ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിരുന്നത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്, അവരെ വിളിച്ചു വെച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ വിളിച്ചു കൊടുക്കുകയും, അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് അസൂയയുടെ പുറത്തുള്ളതാണെന്നും മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു, ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളെ കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, ആ പേര് ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശേഷം അങ്ങനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണിമൂന്നൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അതൊരു നല്ല കാര്യമാണ്, കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണിമൂന്നൻ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്, അവരുടെയും വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് മറ്റേ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമൂന്നനല്ല, വേറെ ആളുകളുണ്ട്. ഉണ്ണിമൂന്നന്റെ വിഷയം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചുകൂടെ വിഷ്ണു പറയാൻ വന്ന വിഷയം അത്. ഉണ്ണിയുടെ വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു, അതിന്റെ പൂജ നടന്നിരുന്നു, ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നുംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാള് കാരണം എന്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി, അതിന്റെ തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ആണ്, ആന്റോ ചേട്ടനും വേണു ചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണു ചേട്ടനെയാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? അതിന് 1 മാസം മുന്നേ വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്, കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്, ഇത് ഏത് വഴിക്കാണ് എങ്ങനെയാണ്. ഇനി നിങ്ങളത് പറയാനുള്ളത്, ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് വിഷ്ണുവിനെ എനിക്ക് പണിയറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ കുഴിയിൽ ചാടിക്കുന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടിയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂസ് ഒക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസേഴ്സ്, ആന്റോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തേക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, ആന്റോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യും, എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നുള്ള ആന്റോ ചേട്ടൻ, ആന്റോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇതേപോലൊപ്പം സിനിമ ചെയ്യാൻ താല്പര്യമില്ല, കാരണം അനാവശ്യമായ സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നൊന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആന്റോ ചേട്ടനെയാണ് എനിക്ക് അന്ന് അറിയുന്നത്, വേണു ചേട്ടനെ എനിക്ക് അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു, അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു എഴുത്തുകാരന്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് വെച്ച് ഹിന്ദിയിൽ വീനസ് ഒരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്, അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അവരത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്, അടുത്ത സമയത്ത് അതിന്റെ തെലുങ്ക് പോയി, കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ, എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആന്റോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും, നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്, അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണിമൂന്നനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞു ഒരിക്കലും നടക്കില്ല, കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ല റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ
ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ലായിരുന്നു. ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ പറയുകയാണ്, എനിക്ക് മാളികപ്പുറത്തിന് 100 കോടി കിട്ടിയില്ല, 75 കോടിയെ കിട്ടിയുള്ളൂ. ഒരു പ്രൊഡ്യൂസർ പറയാണ്, ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഇതിനിടയിൽ ഞാൻ അടുത്ത പടം, അതായത് എഴുതാൻ അറിയാത്ത എന്നെ വെച്ചിട്ട് അദ്ദേഹം 3ാമത്തെ പടം ആനന്ദ് ശ്രീബാലൻ. ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ഞാൻ ദുബായി വെച്ചിട്ട് പോവുകയും ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇതിലെ എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റും. അഭിലാഷ് ഇത് വായിച്ചിട്ട് ഇതിലൊരു മജീഷ്യന്റെ കഥയുണ്ട്, ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എന്റെ ടേസ്റ്റിന് പറ്റിയ പടങ്ങളല്ല, കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഇത് എന്റെ ടേസ്റ്റിന് പറ്റിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്, പ്രാക്ടിക്കലി പറഞ്ഞാൽ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്. കാരണം എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് എന്തറിയാം, ഇതൊക്കെ ഹിറ്റാകാൻ പോകുന്ന കഥകളാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും, കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. അദ്ദേഹം ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, പുള്ളി ചെയ്തോട്ടെ, കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളിക്ക് എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോടെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എന്റെ 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ ലാഭത്തിന്റെ 10-1 ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് ആണ്, അതിന്റെ സംവിധാനം ജീവിച്ചിരിപ്പുണ്ട്, വിനയൻ സാറിന്റെ മകൻ വിഷ്ണു. ആ സിനിമ ഇറങ്ങി പുറത്തു വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആൾ വന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പറയാണ്, ഞാൻ ഈ പടത്തിന് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസ്ഥ, അവന്റെ ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധാർഷ്ട്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ലെന്ന് കൃത്യമായിട്ട് അറിയാം. എന്റെ മുന്നിൽ എല്ലാ മീഡിയ കേൾക്കാൻ പറയുന്നത്, ഇത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളിൽ, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിന്റെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇനി ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണി മോഹൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ അത്. ഉണ്ണി മോഹൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നംപുറത്ത്, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ ഇനി കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞില്ല, സീരിയസ്ലി നല്ല, കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കീഴിൽ സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ, ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഈ ഉണ്ണിമുന്തന്റെ വിഷയം കൃത്യമായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. മാളികപ്പുറത്തിന്റെ വിഷയം തൊട്ട് പറയുക, ഉണ്ണിമുന്തനാണ് ഡയറക്ട് ചെയ്തെന്ന് പറയുന്നു. ഇപ്പൊ CG ചെയ്യാൻ പോയപ്പോൾ താങ്കൾ ഇരുന്നില്ല, അത് കൃത്യമായിട്ട് തെളിയിക്കുകയും ചെയ്തു. ഉണ്ണിമുന്തന് താങ്കളോട് ഇത്ര പക എന്താണ്? ഉണ്ണിമുന്തൻ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നം പറയുന്നത്, അഭിലാഷിനോടല്ല. എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, ഉണ്ണിമുന്തനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, ഈ സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയയെ കൊണ്ടുപോയിട്ട് ഞാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവർ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിനെ തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്സില് ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമുകുന്ദനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് വെക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമുകുന്ദനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളൊക്കെയാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം,
ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ട് പേര് ഫേക്ക് ആണ്. പക്ഷെ ഹാരിസ് സ്യാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്, ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. അല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഉറപ്പായിട്ട് ഇയാളെ അറിയായിരിക്കും. ഇത് ഓൺലൈൻ മാധ്യമങ്ങൾ ആർക്കായിരിക്കും ഇയാളെ അറിയാതെ? കാരണം അത് പറയാൻ കാരണം അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലല്ല, ഒരു മിനിറ്റ്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അറിയാം, മുഖ്യധാര മാധ്യമങ്ങൾക്ക് അറിയില്ല. ചേട്ടാ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ ഈ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഞാൻ അടക്കം കൊടുക്കുന്നതാണല്ലോ. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് വരുന്ന എല്ലാം ജെനുവിൻ അക്കൗണ്ടിലാണോ? ഇത് ഇവര് കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന രീതിക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ, നിങ്ങൾ ഏറ്റവും വലിയ, ഞാൻ പറയുന്നത് സുമതിയോട് വിജയിച്ചതിന്റെ ഏറ്റവും വലിയ കാരണം നിങ്ങളാണ്. നിങ്ങൾ എത്ര ദിവസം എൻ്റെ കൂടെ വന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് നമ്മളൊരു ടീമിന് PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് ആരൊക്കെയാന്ന് എല്ലാവർക്കും അറിയാലോ. മെയിൻ PROs അവർക്കറിയാം. അവർ കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ ഈ കണ്ട ചാത്തൻ അണ്ടർ അടകോടൻ പോസ്റ്റുകൾ വരുന്ന എല്ലാ പേജുകളിലും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്. ഇതൊരു വ്യക്തിയല്ലാന്ന് എനിക്ക് അറിയാം. ഇതൊരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്റുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. അടുത്തോളം എംപ്ലോയീസ് അങ്ങനത്തെ പറയേണ്ട ഒരു അതായത് B4 പ്ലേസ് നോ, ഇങ്ങനെയുള്ള ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ നിൽക്കുന്ന ഇത്രയും മീഡിയ ഉണ്ട്, എത്ര പേര് എന്നെ വിളിച്ചോണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു അഭിലാഷയുടെ പ്രതികരണം വന്നു, ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടു? ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റോ സ്റ്റോറി, ഇന്ന് രാവിലെയാണ് വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി ഇടുന്നത്. വി വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR-നെ പറ്റി PR-നെ പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറയുന്നത് ഇത് ചെയ്തോ, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. മാളികപ്പുറം സിനിമ ഉണ്ണിമൂന്നിന് അഭിനയിച്ച സിനിമയാണ്. നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ച് വിജയമായ സിനിമയുമാണ്. ഇപ്പോൾ നിങ്ങളുമായി ഒരു നിർമ്മാതാവിന് ഒരു ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ ആ നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കുകയാണ് ഈ നടൻ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അല്ല, അതാണ് പറഞ്ഞത്. ഇത് തുടക്കം മുതൽ ആ സിനിമ ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ണി പല സ്ഥലത്തും പ്രത്യക്ഷത്തിലും അല്ലാതെയും പറയുന്ന ഒരു കാര്യമാണ്, അത് ഉണ്ണിയാണ് ഡയറക്റ്റ് ചെയ്യുന്നുള്ളത്. ഇത്രയും നാൾ ഞങ്ങളത് പബ്ലിക് ഫോറത്തിൽ പറയുന്നത് വെച്ചാൽ ഇതങ്ങ് കഴിയട്ടെ എന്ന് കഴിഞ്ഞാണ്. കാരണം സുമതിയോട് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തുറന്നു പറയാം. ഇപ്പൊ വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ലെങ്കിൽ എന്തിനാണ് ഞാൻ മാളികപ്പുറം കൊണ്ട് വിജയം കഴിഞ്ഞിട്ട് വീണ്ടും വിഷ്ണുവിനുള്ള പേര് പടം ചെയ്യുന്നത്? എനിക്കിവിടെ വേറെ എത്രയോ ഡയറക്ടേഴ്സ് എന്നോട് കഥ ചോദിക്കാറുണ്ട്, എത്രയോ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് അവനെ വിശ്വാസമുള്ളതുകൊണ്ടും അവന് ഈ പണി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മാളികപ്പുറം ഉണ്ണിമൂന്നും ഡയറക്ട് ചെയ്തത്. അപ്പൊ സുമതിയോട് ആരാണ് ഡയറക്ട് ചെയ്തത്? അർജുൻ അശോകനോ? അല്ല, അർജുനോട് ചോദിക്കാറില്ല ഈ പടം സുമതിയോട് ഡയറക്ട് ചെയ്ത ഡയറക്ടർ അല്ലേ? അർജുനെ ചോദിച്ചാൽ പറയും ഇവന് പണി അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ച സൈജു ചേട്ടൻ അടക്കം ജീവിച്ചിരിപ്പുണ്ട്, സൈജു ചേട്ടന് ചോദിച്ചാൽ പോലെ ആരാ ഡയറക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. എത്രയോ ദിവസം മേക്കിംഗ് വീഡിയോസ് കൊളാബ് ചെയ്തിട്ടേക്കുന്നത്, അതിലൊക്കെ നോക്ക് ആരാ ഡയറക്ടർ നോക്ക്. ഒരു സീൻ എടുക്കുമ്പോൾ വന്ന് അഭിപ്രായം പറയുന്ന ആള് ഡയറക്ടർ ആണെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ സംവിധായകരും ഡയറക്ടർ, എല്ലാ നടന്മാരും ഡയറക്ടേഴ്സാണ്. എല്ലാവരും അഭിപ്രായം പറയും. ഞാൻ പോയി അഭിപ്രായം പറയാറുണ്ട്, അസോസിയേറ്റ് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളാണോ ഡയറക്ടേഴ്സ്? ഇത് ഞാൻ പറയുന്നത് ഈ മാളികപ്പുറത്തിന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ണി പോയി സഹായം കൊടുക്കുന്നു എല്ലാം ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാശ് മേടിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ, എന്താ അവരെ സഹായിക്കാതെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിയെ സഹായം കൊടുത്തതെന്നാണോ നിങ്ങൾ വിചാരം? ഇനി ഇന്നലെ ഒരു പോസ്റ്റ് വന്നു വീണകുന്നപ്പള്ളി പോസ്റ്റ്. ഉറപ്പായിട്ടും ഇനി ഞാൻ പറയുന്ന പറയാൻ വന്ന് കേട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബർ, അതായത് 2025 ഡിസംബറിൽ നിങ്ങൾ ഈ പറയുന്ന ഇന്നലെ പൊട്ടിമുളച്ച ഈ രക്ഷകന്മാരിൽ ഒരാൾ, ഈ പറയുന്ന പ്രൊഡ്യൂസർ എന്നെയും വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും
മുരളിച്ചേട്ടനെ വിളിച്ചു വരുത്തി ഞങ്ങളെ 3 പേരെ എത്തി ഇദ്ദേഹം ഗോഡ് ഫാദർ കളിച്ചു. ഇദ്ദേഹം ചോദിക്കുന്നത് അത് അയാളുടെ കാശ് മൊത്തം പോയെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഞാൻ മേടിച്ചത് എന്തേ പറയുന്നത്? കണക്ക് തരട്ടെ, കാശ് എവിടെ പോയത്? ഇത്രയും പൈസ വന്നിട്ടുണ്ട്. പുള്ളി എന്ത് പൈസ ഇറക്കിയെന്ന് ആദ്യം പറയട്ടെ. പുള്ളി പറയുന്ന ഈ കണക്കിൽ തിങ് സ്റ്റുഡിയോസ് തന്ന കാശും ഗൂഗിളിൽ തന്ന കാശും ഒക്കെ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയപ്പോൾ അത് പുള്ളിയുടെ പൈസ എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പം അദ്ദേഹം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണ് ചേട്ടൻ, എന്തായാലും മാളികപ്പുറത്ത് നല്ല പൈസ കിട്ടിയില്ല, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഡിസംബർ മുതൽ ഈ വീഡിയോ വരുന്ന ഈ സമയം വരെ അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നു മുരളി കുന്നമ്പുറത്തിനെ സഹായിക്കാനായിട്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞാണ്, ഇപ്പം എന്ത് പറഞ്ഞാൽ അറ്റൻഷൻ കിട്ടും. ഈ അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്, അതിന്റെ പരിപാടിയാണിത്. ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും അറ്റൻഷൻ കിട്ടാം. ഒരാളെ സഹായിച്ചു, നമ്മൾ നന്മപരമായി, ഈ പരിപാടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചീപ്പ് പബ്ലിസിറ്റി. ഉണ്ണിമൂന്തൻ ഡയറക്ട്ലി ഇതുവരെ എങ്ങും വന്ന് പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞത് ഉണ്ണിമൂന്തൻ അദ്ദേഹത്തിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, എന്തിന് സഹായം കൊടുത്തു എന്നുള്ളത്. മാസങ്ങൾക്ക് മുന്നേ ഇതേ മുള്ളിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പിന്നെ മാളികപ്പുറം 2 നമുക്ക് ചെയ്താലും വേണുചേട്ടനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചേട്ടൻ ചെയ്യുന്നില്ല. കാരണം അത് സംവിധാനം ചെയ്യാൻ വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഞങ്ങളിത് മിണ്ടായിരുന്നാൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്? ഒരു സിനിമ എഴുതി, ഓക്കെ, ഒരു സിനിമ നഷ്ടം വന്നു, എഴുത്തുകാരനും സംവിധായകനും ആണോ ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾ മാത്രമായ ഉത്തരവാദി? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗാംബ്ലിംഗ് അല്ലേ? ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ചെയ്യട്ടെ, വലിയ സക്സസ് ആയി കാശ് കിട്ടിയ പടമുണ്ട്, കാശ് പോയ പടമുണ്ട്. ഈ കാശ് പോയ പടങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കയറുകയും കാശ് കിട്ടിയ സിനിമകളെല്ലാം അതൊക്കെ പ്രൊഡ്യൂസറിന്റെ സ്വന്തമല്ലേ? നിങ്ങൾ കയറി നടുക്ക് വലിച്ച് മാറി ഒതുങ്ങിക്കോ. ഇവിടെ ആളുകൾ എടുക്കാനില്ലേ? ശരി. അല്ല, ഉണ്ണിമൂന്തനും വിഷ്ണു തമ്മിലുള്ള പ്രശ്നം വിഷ്ണുവിന്റെ പറയും. പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളികപ്പുറം എൻ്റെ ഒരു തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമൂന്തൻ. ഞാൻ അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിലും ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ഉണ്ണിമൂന്തൻ. പക്ഷെ ഉണ്ണിമൂന്തൻ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ടുള്ള ചില സീൻസ് ഒക്കെ നമുക്ക് 2 ദിവസം ചാർട്ട് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അഭിലാഷേട്ടൻ അതിൻ്റെ ഒരു കോമഡിയായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി എന്നെ, കാരണം അന്നൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരെയുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ണിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർത്തും പറഞ്ഞു. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനതൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അതവന് ഭയങ്കരമായിട്ട് അവനൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യും എന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിന്റെ സമയത്ത്, ഷൂട്ടിന്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ പിണക്കൊക്കെ മാറ്റി വീണ്ടും പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം മുമ്പിയുടെ പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടിൽ എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് ഇന്നും കുറച്ച് വിശ്വസിക്കുന്ന സംവിധായകനാണ് ഞാൻ. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയാ, ഇതെല്ലാം സംസാരിച്ച് തീർന്നതല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായത്. പക്ഷെ അത് അവന്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് താങ്കളോട് പ്രതികാര ബുദ്ധിയാണ്. ഇപ്പോ ഞാനത് എന്താ പറയുക, ഈ പറയുമ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. ഇനിയിപ്പോ നേരിട്ട് ഞാൻ ഇതിലും പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല, അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഉണ്ണിമൂന്തന് താങ്കളോട് പ്രതികാരമുണ്ടോ? അന്ന് സെറ്റിൽ നിന്ന് ഇറങ്ങി പോയി നിങ്ങൾ തീർത്ത് പറയില്ല. അഭിലാഷ് പലതവണ ഉണ്ണിമൂന്തന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞു. ക്ലാരിറ്റി വരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഓപ്പറേഷൻസ് പിന്നിൽ, ഈ PR-ന് പിന്നിൽ ഉണ്ണിമുകുന്ദൻ ഉണ്ട് എന്ന് ഉണ്ണിമുകുന്ദൻ എന്ന എലമെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് ഉറപ്പിച്ചെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില്
അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളീകുന്നമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ പോയ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാം ഉത്തരം. ഇന്നലെ ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയോ എന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, അവിടുത്തെ ഹെഡിങ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം. ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിക്കണ്ട. ഒരു കാര്യം, പിന്നെ കുറച്ച് പേര് വെച്ച് വിഷ്ണുവിനോട് പറയുന്നുണ്ടെന്ന്, ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്നത് എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന്റെ മാനേജർ തമ്മിലുള്ള പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. മനസ്സിൽ ഒരിക്കലും ഉണ്ണിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഉണ്ണിയെ കാണുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണി ഇവനോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 ദിവസം അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കൃത്യമായ മാസ്റ്റർ ബ്രെയിൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരായാലും പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്ന, ഉണ്ണിമോനെ ഒരു സ്റ്റാറുള്ള ആളെ വെച്ച് പണം ചെയ്ത ആളല്ലേ ഞാൻ? ഉണ്ണിയുടെ പണം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഉണ്ണിയെ കണ്ടത് ഞങ്ങൾ പണം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ വേറെ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ മാറിയത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ല് ഉണ്ണിമോഹനാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ, അദ്ദേഹം അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി FK-ലെ അസോസിയേഷനിൽ റൈറ്റേഴ്സ് യൂണിയൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, വിഷ്ണു കൊടുത്തിട്ടുണ്ട്, വിജീഷ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ നിയമ നടപടിയിലേക്കുള്ള കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോക്കെതിരെയും അദ്ദേഹം പബ്ലിക് പ്ലേസിലേക്ക് ഞങ്ങളെ പേരെടുത്ത് പറഞ്ഞാണ് അധിക്ഷേപിച്ചത്. കൃത്യമായിട്ട് അതിന് റീസൺ വേണം. എവിടെയാണ് ചതി പറ്റിയത്, എങ്ങനെയാണ് ചതി പറ്റിയിട്ടുള്ളത്, എവിടെയാണ് പൈസ പോയിട്ടുള്ളത്, കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ കാണിക്കണം. ഈ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്ന് ഞങ്ങളെ പേരെടുത്ത് പറയുമ്പോൾ എന്തിനാണ് വീണ്ടും ഞങ്ങളുടെ കൂടെ പണം ചെയ്യണമെന്ന് വീണ്ടും വരുന്നത്? ഞങ്ങൾ 2023 അയാളെ പണം ചെയ്ത് അയാളെ ഞങ്ങൾ പറ്റിച്ചു, അയാളുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറയുന്ന വ്യക്തി വീണ്ടും ഞങ്ങൾക്ക് അയാളുടെ സോഷ്യൽ മീഡിയ പേജിലേക്ക് കൂടി തന്നെ നമ്മളുടെ വരുന്ന പടങ്ങൾക്ക് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നു, വീട്ടിൽ വരുന്നു, ക്ഷണിക്കുന്നു, അടുത്ത പടത്തിന്റെ പൂജയ്ക്ക് ക്ഷണിക്കുന്നു, പടത്തിന്റെ ട്രെയിലർ കാണുന്നു, കണ്ടിട്ട് പറഞ്ഞ് അടുത്ത പടം ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി പറ്റിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ചതിച്ചു, കളവ് പറഞ്ഞു കൂടെ വന്നു. ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റണം. എന്താണ് കളവ് പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റണം. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അപ്പൊ നിയമ നടപടിയായിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോകും. എന്റെ കാര്യം പറഞ്ഞത് നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് പുള്ളിയെ പറ്റിച്ചത്? ഞാനൊരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എനിക്ക് എന്റെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ എന്റെ ഫാമിലി, അതായത് എനിക്ക് 2 കുട്ടികളും വൈഫും അമ്മയൊക്കെ ഉള്ള ചെറിയൊരു കുടുംബമാണ്. എന്റെ കുടുംബത്തിന് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് ഈ പുള്ളി. അപ്പൊ വ്യക്തമായിട്ട് ഇതിന്റെ തെളിവ് തരണം. കാരണം വെച്ചെങ്കിൽ എത്ര പൈസ ഇതിന് ഈ പടത്തിനകത്ത് നഷ്ടം വന്നു കണക്ക് കാണിക്കണം. അതിന്റെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റൊരാൾ ഇതിന്റെ പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസറും ഒക്കെ ഞാൻ ഉൾപ്പെടെ ഇരുന്നിട്ട് ഇത്രയും പൈസ, അതും ബിൽ ടു ബിൽ കണക്കായിരിക്കണം. അല്ലാണ്ട് പുള്ളി എഴുതി കൊണ്ടുവരുന്ന കണക്ക് നമുക്കിവിടെ ആവശ്യമില്ല. ബിൽ ടു ബിൽ കണക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഉറപ്പായിട്ടും പിന്നെ ഇത്രയും വന്നതിന് ശേഷം ഇത് കൊടുക്കാതിരിക്കുന്ന. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിന് പക്ഷേ നമ്മളെന്തോ മറ്റേ കോടതിയിലേക്ക് കേസിന് പോകുന്നില്ല. രാവിലെ പ്രസ് മീറ്റ് ഒക്കെ വീട്ടിൽ ഇറങ്ങുമ്പോൾ എനിക്ക് തന്നെ എല്ലാവരും കാശ് കൊടുക്കാറുണ്ട്, അതാ പറഞ്ഞത്. ഈ പടത്തിന് ഇപ്പൊ അടുത്ത ഒരു പടം സാമ്പത്തിക നഷ്ടമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കവറപ്പ് ചെയ്ത് അടുത്തൊരു പടം ചെയ്തിട്ടാണ്.
അപ്പോൾ അടുത്തൊരു പടം ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഫണ്ട് വരും. ഇദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നു. ഒരു സിനിമ എടുക്കുന്നു, അതിന് കുറെ പേരുടെ നിന്ന് ഫണ്ട് വാങ്ങിക്കുന്നു, ഇത് പടം പൊട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു, അടുത്ത പടം ചെയ്യുന്നു, അടുത്ത പടത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം ഇട്ട വീഡിയോ അദ്ദേഹം ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒരുപാട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിനോട് ഇപ്പൊ പൈസ ചോദിക്കും? ഒരാളും ചോദിക്കില്ല. പേടിയാണ്. കാരണം ഇനി എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ തലയിൽ വരും എന്നുള്ളത്. ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടെയാണ് ഞങ്ങളിത് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് പൈസ കൊടുത്ത ആളുകൾ മുന്നോട്ട് വരണം. ഇദ്ദേഹം ഈ പടത്തിന് വേണ്ടി എൻ്റെ അറിവിൽ കാനഡയിൽ ഒരു ടീമിൻ്റെ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയാം, അതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്നെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, ഈ വീട് അദ്ദേഹത്തിന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, പുള്ളി പറയണം അന്വേഷിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് കുടുംബമാണ്, ഞാൻ കാനഡയിൽ ജീവിക്കുകയാണ്, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, പുള്ളി എപ്പോൾ കിട്ടുന്നെങ്കിൽ തരട്ടെ, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം കുറെ കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്യും സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി. ഞാൻ പറയല്ല, അദ്ദേഹത്തിന്റെ മറ്റു ചില വീഡിയോസ് ഉണ്ട് ഇതേപോലെ തന്നെ കരയുന്ന ആത്മഹത്യ ഭീഷണി വീഡിയോ നിങ്ങള് ഇത് മാത്രമല്ല കണ്ടുള്ളൂ. ഇയാൾ ആത്മഹത്യ ഭീഷണി ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 13 ലക്ഷം രൂപയാണ് ചെന്നൈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ബജറ്റ് എന്ന് പറഞ്ഞല്ലോ. 13 കോടി. ഈ 13 കോടിയില് ഈ മുരളി കുന്നുംപുറത്ത് ചെലവാക്കിയ തുക എത്രയാണ്? അല്ല, അതാണ് ഞങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെലവാക്കിയിരുന്നത് 16, ഇന്നലെ മാറ്റി പറയണം, 16 കോടി ചെലവാക്കുന്നത്. എന്റെ അറിവിൽ മാക്സിമം 4 കോടി ചേർത്താണ് പുള്ളി പൈസ ഇട്ടു എന്ന് പറയുന്നത്. അതിൽ തന്നെ 1.5 കോടി രൂപ ഞങ്ങൾ പുള്ളി ഇട്ടത് കൂടാതെ 1.5 കോടി രൂപ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഓവർസീസിന്റെ. പിന്നെ 50 ലക്ഷം, 2 കോടി. ആ 2 കോടി പുള്ളി ഇട്ട പൈസയിൽ കൊണ്ടുപോകണം. അത് ഇട്ട പൈസയല്ല, അത് ബിസിനസ്സാണ്. പടത്തിന് കാശില്ലാത്തതുകൊണ്ട് മുൻപേ ആ ബിസിനസ് നടത്തി കാശ് വാങ്ങിച്ചു എന്നുള്ളൂ. പക്ഷേ അതൊക്കെ കണക്ക് കൂട്ടുന്നത് പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത കാശായിട്ടാണ്. അതെങ്ങനെ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത കാശാവും? ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, ഇത് പബ്ലിക് ഓഡിറ്റിങ്ങിന് വരട്ടെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ റെഡിയാണ് ഇരിക്കാനായിട്ട്. അസോസിയേഷൻ ഇരിക്കട്ടെ, പബ്ലിക് ഓഡിറ്റിങ്ങിന് ഇരിക്കട്ടെ. ചെയ്ത പടത്തിന്റെ എല്ലാ പ്രൊഡ്യൂസർ പാർട്ണർമാരും ഒക്കെ ആയിട്ട് നമ്മുടെ അസോസിയേഷനിൽ ഇരിക്കട്ടെ. ഞങ്ങൾ ഇരിക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ ഇരിക്കും. നഷ്ടം അവിടെ ഞങ്ങൾ കാണിക്കണം. അത് ബിൽ ടു ബിൽ കാണിക്കണം. അവർ എഴുതിക്കൊണ്ടുവരുന്ന ബില്ല് നമുക്ക് എന്തായാലും അല്ലെ. ഇതില് ആ ബഡ്ജറ്റ് തന്നതിനകത്ത് നോക്കിയാല് പ്രൊഡ്യൂസർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് 18 ലക്ഷം രൂപ ഉണ്ട്. ഇദ്ദേഹം അമേരിക്കക്ക് പോയ ഇദ്ദേഹം ബിസിനസ് ക്ലാസ്സിൽ പോയ പൈസ എല്ലാം പടത്തിന്റെ ബഡ്ജറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇദ്ദേഹം വേറെ എന്തോ ആവശ്യത്തിന് എടുത്തെടുത്ത പൈസക്ക് പലിശ കൊടുക്കുന്നത് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു സിനിമയുടെ ബഡ്ജറ്റിങ് ഇടുമ്പോൾ ഇവിടെ ഇത്രയും സിനിമാക്കാരുള്ളല്ലോ, നിങ്ങൾക്ക് ചോദിച്ചറിയാലോ. ഇതൊക്കെ ഇതിനകത്താണ് ആഡ് ചെയ്യുന്നത്. എല്ലാ ചെലവുകളും ആഡ് ചെയ്തിട്ട് എനിക്ക് 22 കോടിയായി, എനിക്ക് 20 കോടിയായി എന്ന് പറയുമ്പോൾ ഇതിന് കണക്ക് വേണ്ടേ? കൃത്യമായ കണക്കില്ലാതെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് പടം ചെയ്യുമോ? ഞാനും 5 പടം വേറെ ഏതെങ്കിലും ആളാണ്, അത് 3 പടം ചെയ്ത ഒരേ പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെയാണ്. ഇന്നേ വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആകെ എനിക്ക് പ്രശ്നം, ഇപ്പം ഞാൻ കഴിഞ്ഞ പടം ചെയ്തു ആനന്ദ് ശ്രീബാല, എനിക്കകത്ത് കിട്ടിയ സാലറി എന്താണെന്നുള്ളത് ഇന്നലെ സപ്പോർട്ട് കൊടുത്ത പ്രൊഡ്യൂസറെ നോക്കിയാൽ മതി, അപ്പൊ അറിയാൻ പറ്റും എനിക്ക് എന്തൊക്കെ സാലറി എത്താന്നുള്ള കാര്യം. മാളിയപ്പുറം കഴിഞ്ഞിട്ട് അതുപോലെ ഹിറ്റ് പടം ചെയ്തിട്ട് അടുത്ത പടം ചെയ്യുന്ന റൈറ്ററാണ് ഞാൻ. ഇന്ന് ഞാനത് പിന്നീട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ല. കാരണം അതിന്റെ മറ്റൊരു പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടൻ, എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ തുല്യം ഞാൻ കാണുന്നൊരു പ്രൊഡ്യൂസറാണ്. ഇനി അദ്ദേഹം എന്നെ വിളിച്ച് പറയണം, നിനക്ക് പൈസ തരാനില്ല, നീ ഒരു പടം ചെയ്യണം എനിക്ക് വേണ്ടി, നിനക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പടം ചെയ്ത് കൊടുക്കും. അതിന്റെ കമ്മിറ്റ്മെന്റാണ്. ആ കമ്മിറ്റ്മെന്റ് എനിക്ക് മറ്റേ പ്രൊഡ്യൂസറോട് ഇല്ല. ആ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതിന്റെ പുറത്താണ് എൻ്റെ അടുത്ത് ദേഷ്യവും. കാരണം ഞാൻ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ പേര് പറയാറില്ല. ഞാൻ ഏത് വേദിയിൽ പോയാലും മാളിയപ്പുറത്തെ സംസാരിക്കുമ്പോൾ ആൻഡോ ചേട്ടൻ എന്നൊരു പേര് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതിന്റെ പ്രശ്നമുണ്ട് എന്നോട്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ പടമാണത്. പിന്നെ വൈൻഡപ്പ് ചെയ്യാം, നിങ്ങൾ ഇത്ര ഒരു കാര്യം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ ഈ ടോക്ക് ഈ പ്രസ് മീറ്റിനോട് ഇവിടെ നിർത്തുകയാണ്. ഇതിൽ ഒരു മീഡിയക്ക് ഞങ്ങൾ ഇനി സെപ്പറേറ്റ് ബൈറ്റ് തരാനോ ഇന്റർവ്യൂ തരാനോ ഒന്നും നിൽക്കുന്നില്ല. കാരണം പറയാനുള്ള എല്ലാം ഇവിടെ പറയാനുള്ളത്. ഇനി ഇത് നിയമപരമായിട്ട് ഇനി അതല്ല സംഘടനാതലമായിട്ടാണ് സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കുന്നെങ്കിൽ അങ്ങനെ. പക്ഷെ ഇനി ഈ പ്രസ് മീറ്റിന് ശേഷം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് ഇനി അഗ്നിസ്റ്റായിട്ട് PR വരും. അതിനെ ചെറുക്കാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഞങ്ങൾക്കില്ല. പൈസ ഇറങ്ങി PR ചെയ്യാനൊന്നും ഞങ്ങളില്ല. ഇനി എന്ത് വന്നാലും ധൈര്യത്തോടെ നേരിടാതെ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത് കേട്ടു. ഇനി ജനങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് ഇത്രയും പൈസ ഞങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ പൈസ കൂട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂടെയും പ്രൊഡക്ഷൻ ആളുകളില്ലായിരുന്നു, ഇദ്ദേഹം വെച്ചേക്കുന്ന ജോലിക്കാരും ഇല്ലേ. അപ്പൊ അവരെ കൂടെ ചോദ്യം ചെയ്യട്ടെ, സംഘടന ചോദ്യം ചെയ്യട്ടെ. ഇത് അതായത് അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഈ സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് പുറകിൽ വന്നേക്കുന്ന ഫണ്ടിങ് ഇടുന്നത് ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി കൂടെ നോക്കണം, അതും കൂടെ നോക്കണം. അതായത് യൂട്യൂബിൽ ഞാൻ നോക്കിയറിയാം, ഇദ്ദേഹത്തിനെതിരെ ED എടുക്കുന്ന സംഭവമുണ്ട്. ഓസ്ട്രേലിയൻ മലയാളി 6 കോടി ഇദ്ദേഹം പറ്റിച്ചെന്ന് പറഞ്ഞിട്ടൊരു കേസ് നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. ED അന്വേഷണം വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ആലോചിച്ചോണം, ഇതൊക്കെ ഞങ്ങൾ അറിയുന്നത് ഇതിന് ശേഷമാണ്. ആ സമയത്ത് പലരും ഞങ്ങളോട് ചോദിച്ചു, അദ്ദേഹം
എന്നോട് എങ്ങനെ പടം ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പടം ചെയ്ത സമയത്ത് കുഴപ്പമില്ലായിരുന്നു, പടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഇദ്ദേഹം ചിന്തിച്ചു വെച്ചത് ഈ പടം ഒരു 100 കോടി കിട്ടും, 100 കോടി കിട്ടുന്നതോടെ എന്റെ പ്രശ്നമൊക്കെ മാറും എന്ന് കരുതിയ ഒരാൾക്ക് അത്രയും വരാതിരുന്നപ്പോൾ, അല്ലെ അദ്ദേഹത്തിന് പൈസ കിട്ടാതെ പോയ സമയത്തുണ്ടായ പ്രശ്നത്തിലാവും ഇതൊക്കെ പറയുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് മുന്നേ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന കുറെ പ്രശ്നങ്ങളും ബിസിനസ്സിൽ നിന്ന് വന്ന നഷ്ടങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റും? അതിൽ ടൈൽസ് കമ്പനിക്കാരെ കുറ്റം പറയുന്ന വീഡിയോയില്ല, ടൈൽസ് ബിസിനസ് ചെയ്ത ആരെയോ പറയുന്നുണ്ട്. പുള്ളി ചെയ്ത എല്ലാം പരാജയമാണ്, എല്ലാവരും ചതിയന്മാർ. അതായത് ഏതൊരു പടത്തിൽ പറയുന്ന പോലെ 41 സമയമാര് 40 പേര് മിസ്സായി, എന്നെ മിസ്സായെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ആ ഒരാളുടെ പ്രശ്നമാണോ ബാക്കിയുള്ളവരുടെ പ്രശ്നമാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് പടം ചെയ്ത എല്ലാവരും കുറ്റക്കാരാണ്. പുള്ളിയുടെ കൂടെ പടം ചെയ്ത ആർക്കും പണി അറിയില്ല. ഈ നടികളിൽ സുന്ദരി യമുനയുടെ റെമ്യൂണറേഷൻ എല്ലാം കിട്ടിയതാണോ? റെമ്യൂണറേഷൻ അതിനെല്ലാവർക്കും സുമതി വളവിന് റെമ്യൂണറേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഡയറക്ടർമാരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞ തുകയൊന്നും തന്നൊന്നുമില്ല. ബാക്കി എല്ലാവരുടെയും സെറ്റിൽമെന്റ് എനിക്കൊന്നും കുറച്ച് കൂടുതലൊക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. എല്ലാവർക്കും പൈസയൊക്കെ സെറ്റിൽമെന്റ് അതൊക്കെ കറക്റ്റ് ആണ്, അവിടെയൊക്കെ പൈസ പോയിട്ടുണ്ട്. പക്ഷെ ഡയറക്ടർ എന്നുള്ള നിലയിൽ, റൈറ്റർ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് എന്റെ കോ ഡയറക്ടറിനും പറഞ്ഞ തുക തന്നില്ല. ഞങ്ങളത് 10 ലക്ഷം രൂപക്ക് എന്താണ് ഞങ്ങൾ രണ്ടുപേർക്ക് 5-5 രൂപയാണ് പറഞ്ഞത്. അതിനകത്ത് എന്തോ 2 രൂപയുടെ അടുത്തെന്തോ തന്നുള്ളൂ, ബാക്കി പൈസ തന്നില്ല. പിന്നെ ഈ പറഞ്ഞ പ്രീ പ്രൊഡക്ഷന്റെ സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്തും നമ്മുടെ അക്കൗണ്ട് ത്രൂ വഴിയാണ് ഞങ്ങൾക്കുള്ള ചെലവുകളുടെ പൈസ തന്നിട്ടുള്ളത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഫുൾ കംപ്ലീറ്റ് പൈസ ആയിട്ടുണ്ടെന്ന് വേണമെന്ന് പറയാം. അതൊക്കെ തന്നിട്ട് ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്തല്ല, കൃത്യമായിട്ട് അതിന്റെ കണക്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് മാസം കിട്ടുന്ന ഫണ്ടുകൾ മറ്റൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇനി ഒരു കാര്യം അറിയിക്കാണ്ട്, ഇന്ന് ഈ പ്രസ് മീറ്റ് ഇത് 1 മണിക്ക് നടത്തുമെന്നുള്ളത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നിങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു. എല്ലായിടത്തേക്കും പോയി രാത്രി 8 മണിക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് മുരളിച്ചേട്ടൻ കോൾ ചെയ്തു, നാളെ ഈ പ്രസ് മീറ്റ് നടത്തിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ അതിന് കൗണ്ടർ പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറയുന്നു. അതിന് തൊട്ട് മുന്നേ അതിന്റെ തലേന്ന് അദ്ദേഹത്തിന് പരിചയമുള്ള തളിപ്പറമ്പിലുള്ള ഒരു CA അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചാൽ എന്താ സർക്കാർ ചോദിച്ചാൽ പുള്ളി ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ ന്യൂസ് വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്താലും. അപ്പൊ പുള്ളി അല്ല അതെനിക്കറിയില്ല, ഇത് മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു സാർ ആര് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ പ്രസ് മീറ്റ് പോകും, ഞങ്ങൾക്ക് അതിന് ഒരു ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സൈഡ് നിങ്ങളെന്ന് പറയുന്നത് ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ മീഡിയ അറിയിക്കുന്നതല്ല, നിങ്ങളിലൂടെ ജനങ്ങൾ അറിയും. കാരണം നിങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. ഒരുപാട് വിഷമമുണ്ട്. കാരണം ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരച്ഛനെ വിശ്വസിക്കുമെങ്കിലും നാളെ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ അച്ഛനെ പറ്റി ന്യൂസ് കണ്ടല്ലോ എന്നൊക്കെ മറ്റേ കുട്ടികൾ വരുമ്പോൾ അവർക്ക് സങ്കടമായിരിക്കും. അദ്ദേഹത്തിനും കുടുംബമുണ്ട്, ഈ പറയുന്ന മുരളിച്ചേട്ടൻ്റെ കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ ഞങ്ങൾക്കറിയാം. ഈ വീഡിയോ പുറത്തു പോകുമ്പോൾ ആ കുട്ടികൾക്ക് പ്രശ്നമാണ്. അദ്ദേഹം അബദ്ധത്തിൽ ചെയ്തൊരു സാധനം അദ്ദേഹം പറയുന്നു, പക്ഷെ അതിനെ അദ്ദേഹത്തിന് ചെറുക്കാൻ പറ്റും. ഞാൻ അടുത്ത ദിവസം പറയാം, ചേട്ടൻ ഒരു പോസ്റ്റ് ഇടും, ഒരു പഴയ വീഡിയോ അബദ്ധത്തിൽ അപ്ലോഡ് ചെയ്യുന്നത് ആരും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടാൻ പറയുന്നു. അന്ന് എനിക്ക് തോന്നുന്നു പുള്ളി പോലീസിൽ അറിയിച്ചതെന്ന് തോന്നി ഈ വീഡിയോ മിസ്യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ ഇന്ന് ഇവിടുത്തെ പല മീഡിയാസും ആ വീഡിയോ ആണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. നിങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം.